ഇങ്ങനെ പറഞ്ഞു തരും, തിരിയുന്ന മനസ്സിലാകുന്ന കാര്യം. ഞാൻ ചോദിക്കാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും റസൂലുള്ള അൽമനാർ പുറത്തിറക്കിയിട്ടുണ്ടോ? എടുത്ത റസൂലുള്ളാഹിന്റെ കാലത്ത് അൽമനാർ പുറത്തിറങ്ങുന്നത് നരകത്ത് പോകാനാ? അല്ലല്ലോ, പുണ്യം പ്രതീക്ഷിച്ചതാണ്. ഇതിപ്പോ ഒരു ഗ്രൂപ്പിന്റെ ഇസ്ലാം കൂടി എടുത്താ അല്ലെങ്കിൽ മറ്റവർക്ക് തെഫുരിയാവൂല. അപ്പോ ഇസ്ലാം മാസിക അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പുറത്തിറക്കി. ഇത് റസൂലുള്ള പുറത്തിറക്കിയിട്ടുണ്ടോ? ഇല്ല. മുജാഹിദ് അപ്പൊ ഞാൻ അവിടെ ഒരു ഗ്രൂപ്പ് ഞങ്ങളെ മാത്രം പറഞ്ഞില്ല, ഞങ്ങളതും ശബാബ് വാരിക 3 വാരിക. ഇപ്പൊ 3 ഗ്രൂപ്പ് ഇവിടെ ഉള്ളത് അതുകൊണ്ടപ്പോ അത് 3 പറഞ്ഞു, അല്ലാത്തത് വേറെ ഉണ്ട് ഇവിടെ. അപ്പൊ ഞാൻ പറയുന്നത് എന്താ, ഇതിപ്പോ റസൂലുള്ള ഇതൊക്കെ ഇപ്പൊ പുണ്യം പ്രതീക്ഷിച്ച് ഉണ്ടാക്കുന്നതാണ്. അതിലൊന്നും സംശയമില്ല. പുണ്യം പ്രതീക്ഷിച്ചിട്ടാണല്ലോ ഇതൊക്കെ പുറത്തിറക്കണത്. ഇതൊക്കെ നരകത്ത് പോകാൻ പുറത്തിറക്കണതാ? അല്ലല്ലോ. കാര്യം എന്തായാലും നമുക്ക് നരകത്ത് പോകാൻ ഒരു വജ്ജില്ല. അപ്പൊ ഇനി നമുക്ക് എന്താ ശബാബ് ഇറക്കുക എന്ന് കരുതിയിട്ടാണോ? അല്ലല്ലോ. പിന്നെന്താ സ്വർഗത്ത് പോകണമെന്ന് കരുതിയിട്ട് ഇറക്കണതാണ്, പുണ്യം പ്രതീക്ഷിച്ച് ഇറക്കണതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വാരിക ഇറക്കിയിട്ടുണ്ട്? നമ്മൾ ചോദിക്കാം, റസൂലുള്ളാഹി എത്ര മാസിക ഇറക്കിയിട്ടുണ്ട്? ഇസ്ലാം മാസിക അൽമനാർ എത്ര ഇറക്കിയിട്ടുണ്ട്? ഒന്നും ഇറക്കിയിട്ടില്ല. ഉണ്ടോ? ഇല്ല. 100 ചോദ്യം. ഞാൻ കൊല്ലത്ത് മുഖാമുഖം നടത്തിയപ്പോ ഞാൻ പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും സംഗതി അത് ഇസ്ലാമിന് കുഴപ്പമില്ല. അന്ന് ഞാൻ എന്റെ ശൈലി ആകെ മാറ്റി, മുജാഹിദുകളിൽ ചോദിക്കാൻ തുടങ്ങി. ഓല് കുത്തുബിയത്ത് മൗലിദ് ഒക്കെ റസൂൽ ചെയ്തിട്ടുണ്ടോ ചോദിച്ചു. അപ്പൊ കൊല്ലത്ത് അവിടെ തിരുവനന്തപുരം ജില്ലയിലെയും കൊല്ലത്തെ മുജാഹിദിന്റെ ജില്ലാ നേതാക്കൾ ഇങ്ങനെ അടങ്ങുന്ന ഒരു 10-20 ആള് ഒന്നാം സഫിന് ഓല് ഒന്നിച്ച്, വേറെ ആരുമില്ല. ഒരാളെ തൊട്ട് ചോദിക്കട്ടെ വരും, നിങ്ങൾ ചെറുപ്പത്തിൽ തീരോളം ചോദിക്കുകയാണ്. ഒരാൾ കുഴങ്ങുമ്പോൾ മറ്റേ കുഴങ്ങുമ്പോൾ മറ്റേ ചോദിച്ചുകൂടിയാണ്. എല്ലാവരും ചോദിക്കും, ഒക്കെ ചോദിക്കാനുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിന്റെ കുത്തുബിയത്ത് മൗലിദുണ്ടോ? ഇല്ല. ഞാൻ അന്നത്തെ മറുപടി ഒക്കെ പറഞ്ഞു. റസൂലുള്ളാഹിന്റെ കാലത്ത് അങ്ങനെ ഇല്ലാന്ന് സപ്പോസ് നിങ്ങൾ സങ്കല്പിക്കൂ, എന്നാലെങ്ങനെ അത് വിദേഹത്താകെ കഴിച്ചു തെളിയിക്കുക. അപ്പൊ ഇയാളെ ചോദിച്ചു, കുത്തുബിയത്ത് റസൂലിന്റെ കാലത്തുണ്ടോ? ഇല്ല എന്നാണ് ഞാൻ അപ്പൊ പറയുന്നത്. റസൂലിന്റെ കാലത്ത് കുത്തുബിയത്ത് ഇല്ലാന്ന് നിങ്ങൾ സമ്മതിച്ചോളൂ. എന്നാൽ അത് വിദേഹത്താണോ, അത് ശിർക്കാണോ, അത് കുഫറാണോ തെളിയിക്കാൻ കഴിയോ? നിങ്ങൾ തെളിയിക്കുക, ഞങ്ങൾ ഇവിടെ റെഡിയാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ച കാര്യങ്ങളൊക്കെ റസൂലിന്റെ കാലത്ത് ഇല്ലാത്തതെന്ന് സമ്മതിച്ചോളൂ. എങ്ങനെ തെറ്റാകുക? നിങ്ങൾ പറയും ആയത്തോതി മൗലിദ് ഓതുന്നത് തെറ്റാണെന്ന് ആയത്തിൽ വരട്ടെ. അപ്പൊ മൗലിങ്ങനെ എന്നിരുന്നാലും തന്നെയുമല്ല തലമ്പച്ചോറി എന്നല്ലാതെ ആയത്തോതണ്ടേ. ഇപ്പൊ ഇന്നലെ മുജാഹിദുകൾ എല്ലായിടത്തും 12 ദിവസം വ്യാഴാഴ്ച വരാൻ പോവാണ്. അപ്പോ അതിന് കരിദിനം ആചരിക്കണം എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് ഇറങ്ങലായി, പോസ്റ്റർ പതിക്കലായി. മുജാഹിദ് പ്രസ്ഥാനം നബിദിനം അനിസ്ലാമികം, ആചരിക്കരുത്, തൊടരുത്, മുണ്ടരുത്, കരിദിനം ആചരിക്കണം എന്ന് പറഞ്ഞിട്ട് പറയാൻ നല്ല സുഖമാണ്. നോട്ടീസ് ഒട്ടിക്കാനും നല്ല സുഖം. തെളിവുകൊണ്ടിട്ട് വന്നാൽ കാണാ പിന്നെ ഇങ്ങനെ കടന്നിങ്ങനെ എന്താ പറയുക, വിളഞ്ഞിയിലൊട്ടിയ ഈച്ചന്റെ മാതിരി. മുജാഹിദ് പ്രസ്ഥാനം മഞ്ചേരിയിൽ, ഞാൻ വെറുതെ പറയല്ല, എവിടെ അതൊന്നും എടുത്തിരിക്കുക, മുജാഹിദുകൾ നിങ്ങൾക്കറിയോ? ഞാൻ മഞ്ചേരി ജാമിയ ഹിക്കമിയയിൽ 2 വർഷം മുമ്പ് അവിടെ ജോലി ചെയ്തിരുന്ന സന്ദർഭത്തിൽ മുജാഹിദുകൾ ഒരു പോസ്റ്റർ പതിച്ചു. എന്താ പോസ്റ്റർ? മൗലിദാഘോഷം അനിസ്ലാമികം, അത് ഇസ്ലാമികമാണ് തെളിയിക്കുന്നവർക്ക് 10 ലക്ഷം രൂപ സമ്മാനം എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ അവർ മുജാഹിദ് ക്യാമ്പസിലെ നമ്പർ കൊടുത്തു. പിന്നെ അത് ജില്ലാ അവരുടെ ഓഫീസിന്റെ നമ്പറുണ്ട്, ബന്ധപ്പെടേണ്ടത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഒന്ന് കിട്ടിയാണെങ്കിൽ വലിയ കാര്യമില്ല. 10 ലക്ഷം റുപ്യ ചില്ലറ കാശൊന്നുമല്ലല്ലോ. കുട്ടികളൊക്കെ തയ്യാറാക്കി, പറ്റിയ കുട്ടികളൊക്കെ വളരെ റെഡിയായി. ഒരു കിതാബ് എടുത്തു, ഖുർആൻ എടുത്തു, ഹദീസ് എടുത്തു, പ്രമാണങ്ങളും കിതാബൊക്കെ എടുത്ത് ഓല് പോയി. പോകുമ്പോ ഞാൻ പറഞ്ഞു, മക്കളെ വെറുതെ പോണ്ട, ഒരു ചാക്ക് എടുത്തോളിയായിരുന്നു, കാരണം 10 ലക്ഷം കൊണ്ടുവരാനുള്ളതല്ലേ. അങ്ങനെ കുട്ടികളൊക്കെ പാടെടുത്ത് ജില്ലാ ഓഫീസിൽ പോയി. ജില്ലാ ഓഫീസിൽ പോയപ്പോ അവിടുത്തെ ഓഫീസിലുള്ള മൗലവി മാത്രമാണ് അവിടെ, ജില്ലാ ഓഫീസിലുള്ള മൗലവി മാത്രം അവിടെ ഉള്ളത്. അപ്പോ കുട്ടികൾ ഇതൊക്കെ പാടെ തെളിവും കിതാബോട് ചെന്നപ്പോ മൗലവിമാരെ കണ്ടപ്പോ അയാൾ പറക്കാൻ തുടങ്ങി. ഇയാൾക്ക് ഭയങ്കര ബേജാറ്. അയാൾ പറഞ്ഞിട്ടും ശരിയാണ്, ഞാൻ വർത്താനം പറഞ്ഞിട്ട് റെഡിയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഇതിന്റെ ആളൊന്നല്ല, ഇതിന്റെ ആള് വേറെ ആളാണ്, നിങ്ങൾ അയാൾക്ക് വിളിച്ചോളിയാണ്, അയാൾ നിങ്ങൾ വിളിക്കുകയാണ്. അപ്പൊ കുട്ടികൾ പറഞ്ഞു, കുട്ടികളോട് ഇയാൾ പറഞ്ഞു, ഞാൻ വിളിക്കൂല, നിങ്ങളെന്നെ വിളിച്ചോളൂ, ഞാൻ നമ്പർ കാട്ടിയാണ്. കുട്ടികൾ ജില്ലാ സെക്രട്ടറിക്ക് വിളിച്ചപ്പോ ജില്ലാ സെക്രട്ടറി പറഞ്ഞു, അപ്പോ പിന്നെ ആരാ ഞങ്ങളിങ്ങനെ ജാമ്യ ഐക്കമിന്ന് വരുന്ന കുട്ടികളാണ്. എന്തേ ഞങ്ങളിങ്ങനെ ഈ തെളിവ് കണ്ട 10 ലക്ഷം റുപ്യ കണ്ട് മൗലിദാഘോഷം ഇസ്ലാമികാണെന്ന് തെളിയിച്ചാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വാങ്ങാൻ വേണ്ടി വന്നതാണ്. തെളിയിക്കാൻ ഞങ്ങളുടെ കയ്യിൽ രേഖ ഉണ്ട്, പ്രമാണമുണ്ട്, കിതാബുണ്ട്. അപ്പൊ ആ പൈസ എവിടെയാണ്, ആരെ മുമ്പിലാണ് തെളിയിക്കേണ്ടത്, അത് എവിടെ ഇരിക്കണം, പൈസ എവിടെ ഇരിക്കുന്നത്, ഞങ്ങളുടെ കയ്യിൽ ചാക്കുമുണ്ട്. അപ്പൊ അതുകൊണ്ട് എവിടേക്കാ വരേണ്ടത് ചോദിച്ചു. ഉണ്ടായ സംഭവട്ടോ, ഒരു മുബാലകത്തുമില്ല. അവിടെ പോയ എല്ലാവർക്കും മഷൂറാണ് ആ വിഷയം. അങ്ങനെ ചോദിച്ചപ്പം മുജാഹിദ് കുടുങ്ങിയാലോ, ഇയാളാകാൻ കണ്ട് വട്ടങ്ങനെ ഇരുന്നില്ല. അയാൾ പറഞ്ഞിട്ട് പിന്നെ ഒരു അർത്ഥമില്ല. ഇതുപോലെ അത്ര പ്രതീക്ഷിച്ചിട്ടില്ല. അവസാനം ഇയാൾ ചോദിക്കുകയാണ്. ഇയാൾ ചോദിച്ചതാണ്, എന്താ ചോദിച്ചത്? അതിന് ആരെങ്കിലോടാ നോട്ടീസ് വായിക്കാൻ പറഞ്ഞത്? സത്യം ഉണ്ടായതാണ്.
അത് ക്ലിപ്പാക്കി ഞാൻ ഫോണിൽ 2 കൊല്ലം ഞാനത് അന്ന് അവിടെ പഞ്ചേരിയിലും പരിസരത്തൊക്കെ ഞാൻ ആ ക്ലിപ്പ് വെച്ചുകൊണ്ട് പ്രസംഗിച്ചിരുന്നു പലപ്പോഴും. സത്യം ഉണ്ടായത് ആരെങ്കിലോട് പ്രസംഗിച്ച് അത് നോട്ടീസ് വായിക്കാൻ പറഞ്ഞു. എന്താ ചെയ്യുക, എന്തല്ലേ പറയും. അപ്പൊ കുട്ടികളൊന്നല്ലേ കുട്ടികൾ ഞങ്ങളെ ഇവിടെ ഈ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുമ്പോൾ മൂലക്കുരുവിനെ പരസ്യം കാണാറുണ്ട്, അരിശത്ത് മണിവീക്ക് അങ്ങനെ പല പരസ്യം ഉണ്ടാകലുണ്ട്. അത് വായിച്ചതല്ല നിങ്ങൾ ആഫീസിലെ നമ്പർ വെച്ച് ബന്ധപ്പെടേണ്ട നമ്പർ എന്ന് പറഞ്ഞ് നിങ്ങൾ പോസ്റ്റർ ഒട്ടിച്ച് ആ പോസ്റ്റർ വായിച്ചതനുസരിച്ച് ഞങ്ങൾ ആധികാരികമായി വന്നതാണ്. നിങ്ങൾ തമാശാക്കാൻ പാടില്ല. അവസാനം ഇയാള് പോലീസിന് വിളിച്ചു. അങ്ങനെ മുജാഹിദ് ആഫീസൊക്കെ പാടാതെ സുന്നികൾ വളഞ്ഞിട്ടുണ്ട്, വേഗം ചെല്ലണമെന്ന് പറഞ്ഞു. പോലീസ് വന്നു, ആകെ ബേജാറിൽ. അപ്പോൾ അതിന് അങ്ങാടിയിൽ ആൾക്കാർ കൂടി. അങ്ങാടിയിലെ ആൾക്കാർ കേട്ടപ്പോൾ കുട്ടികളെ ഈ വർത്താനം ഇവിടെ നാട്ടുകാർക്കും നല്ല രസമായി. ശരി തന്നെയുള്ളൂ, കുറെ പേര് പറഞ്ഞുകൊടുത്തു കാര്യമായിട്ട് പറഞ്ഞു. അങ്ങനെ പോയ ജലം കൂടി മുജാഹിദ് ആഫീസിൽ ആളുകൾ ഭയങ്കര പ്രശ്നമായി. ചുരുക്കത്തിൽ കാശ് കിട്ടിയില്ല, അവർക്ക് തെളിവും വേണ്ട, ഒന്നും വേണ്ട, അവർക്ക് തടി കിട്ടിയാൽ മതി എന്നായി. ഈ കോലത്തിലാണ് മുജാഹിദ്. അപ്പൊ പിന്നെ പിറ്റേ വർഷം നമ്മൾ എന്ത് ചെയ്തു, നമ്മളൊരു പോസ്റ്റർ റബീഉൽ അവ്വൽ ആദ്യം അടിച്ചിറക്കി. അതാണ് 1 കോടി രൂപ ഇനാം. ഒരു 10 ലക്ഷം ഞാൻ പറഞ്ഞു, 1 കോടി രൂപ ഇനാം. നബിദിനം ഇസ്ലാമികം തന്നെ, മൗലിദാഘോഷം അനിസ്ലാമികമാണെന്ന് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് കൊണ്ട് തെളിയിക്കുന്നവർക്ക് 1 കോടി രൂപ ഇനാം. NB ഒന്നിലധികം ആയത്തുകൾ കൊണ്ട് സമർത്ഥിക്കുന്നവർക്ക് ആയത്തിന്റെ എണ്ണമനുസരിച്ച് കോടികൾ കൂടുന്നതാണ്. അല്ലാതെ അത് പറഞ്ഞ കാര്യമല്ല, അത് വലിയ സംഗതിയാണ്. മൗലിദാഘോഷം അനിസ്ലാമികമാണെന്ന് തെളിയിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ആയത്താണല്ലോ. ചിലർ നമ്മളൊന്നും നോക്കിയിട്ട് കാണാത്ത ആയത്താണ്. അപ്പൊ ഈ ആയത്ത് കണ്ടുപിടിച്ചത് ശ്രമകരാണ്. അപ്പൊ പിന്നെ അയാൾ അധ്വാനത്തെ നമ്മൾ മാനിക്കണം. അപ്പൊ ഒരായത്തിന് 1 കോടി, 2 ആയത്തിന് 2 കോടി. ബന്ധപ്പെടേണ്ട നമ്പർ മുഹയ്യിസ് സുന്ന ജാമിഅ ഹിക്കമിയ ബാഫിനിപ്പാറ മഞ്ചേരി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടിച്ചിറക്കിയതാണ്. അന്ന് അവിടെ വ്യാപകമായി ഇറക്കി. ഞാനിത് അടിച്ചിറക്കിയിട്ട് അന്ന് നിങ്ങളോട് പറയാം, 2 ആഴ്ച ഞാൻ നാട്ടിൽ കൂടിയും പോയില്ല. കാരണം എന്താ, ഞാനെങ്കിലും 1 കോടി റുപ്യക്ക് വരികയാണെങ്കിൽ അത് തെളിയിച്ചു കൊടുക്കേണ്ട പോലെ അന്നൊരു അവസാനം സക്കാഫി മുങ്ങിയെന്ന് പറയും. അപ്പൊ അത് വേണ്ട, ഞാൻ ആ 2 ആഴ്ച നാട്ടിൽ കൂടിയും പോലെ അവിടെ കൂടി. ആരെങ്കിലും 1 പുൽക്കൊടി വരുന്നുണ്ടോ? 1 കോടി റുപ്യല്ലേ പഹരക്ക് കിട്ടുകയാണെങ്കിൽ എത്രയപ്പത് കിട്ടുക? ഒരു മനുഷ്യന്റെ ഈച്ചനെ അവിടെ കണ്ടില്ല, ബാക്കി പിന്നല്ലേ. അപ്പൊ എന്താ കാരണം, ഇത് തൊള്ളപ്പെടായി നല്ല ഉഷാറ. മൗലിദാഘോഷം അനിസ്ലാമികമാണ് തെളിയിക്കാൻ എല്ലാവരും റെഡിയായി. ഇങ്ങനെ പോസ്റ്റർ ഒട്ടിക്കാൻ നല്ല കേമന്മാരാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മളെല്ലാവരും പഠിച്ചു വെക്കണം. റബീഉൽ അവ്വൽ മാസം നേരം വെളുത്തു കഴിഞ്ഞ് ഞങ്ങൾ കാണുന്ന മുജാഹിദിനൊക്കെ ചോദിക്കേണ്ട 5 ചോദ്യം ഞാൻ ഇവിടുന്ന് പഠിപ്പിച്ചു തരാം. എന്നിട്ട് നിങ്ങളെ ഉത്തരം ചോദിക്കാം. എന്താ അത് പഠിപ്പിച്ചു കൊടുക്കട്ടെ. എന്താ സംഗതി? മുജാഹിദ് പറയുന്നത് അനിസ്ലാമികമാണ്. മൗലിദാഘോഷം തെളിവുണ്ടോ? ഖുർആനിൽ തെളിവുണ്ടോ? അതൊക്കെ നമുക്ക് പിന്നെ പറയാം. തെളിവുണ്ട്. തെളിവ് കാണിച്ചു തരാനും സ്ഥാപിക്കാനും തെളിയിക്കാനുമാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പൊ ഈ റബീഉൽ അവ്വൽ മാസം പിറന്നിടം മുതൽ ഞങ്ങൾക്കൊന്നും ഒരു ഒഴിവില്ല. ഞാൻ ഓരോ ദിവസവും ഓരോ മുഖാമുഖത്തിലാണ്. വിഷയം എന്താ? ഒക്കെ മൗലിദാഘോഷം അനിസ്ലാമികം അനിസ്ലാമികം എന്ന് മുജാഹിദ് പറഞ്ഞുകൊടുത്ത് മൗലിദാഘോഷം ഇസ്ലാമികം തന്നെ എന്ന പേര് തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളത്ത് ചെയ്തു. താടി വെച്ച മുജാഹിദ് മൗലവികൾ വരും പള്ളിയിൽ നിന്ന്, ഇറങ്ങി വരൂല. അപ്പൊ നമ്മളെ കെട്ടിക്കെട്ട് പറഞ്ഞിട്ട് പാറ ചേറാക്കുമ്പോൾ മൗലവികൾ വരികയാണ്, ഈമാൻ കൂടിയിട്ട് വരികയാണ്. എന്നപ്പോൾ ഇയാളൊന്ന് ശരിയാക്കണം എന്ന് കരുതിയിട്ട് വരിക. വന്നിട്ട് 2-3 വട്ടം കറക്കുമ്പോൾ അയാൾ മയ്യത്തിന്റെ പേര് പേനിറങ്ങി പോണ മാതിരിയാണ് തന്നാൽ അങ്ങനെ പോകുന്നതാണ്. ഇതാണ് ഇവരെ സംഗതി. മറ്റന്നാ കണ്ണൂരാണ്, 12-നല്ല 13-ന് കണ്ണൂര്, അപ്പുറത്ത് പിന്നെ ആലപ്പുഴ. പിന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞു, ഈ മാസം ഞങ്ങൾക്ക് മൊത്തം മൗലിദാഘോഷ വിഷയം റെഡിയാണ്. ഇത് വെറുതെ ഞാൻ കുളികളൊക്കെയല്ല, തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞാൽ തയ്യാറാണ്. അതിനാണ് ഈ കിതാബും ഈ രേഖയും ഞങ്ങൾ ഒന്നിനകത്തിന് പോകുന്ന മനുഷ്യന്മാരും ഇവിടെ വന്നിട്ടുള്ളത്. ഇത് ഈ പോസ്റ്ററിങ്ങനെ ഒട്ടിക്കാൻ നല്ല സുഖമാണ്. നിങ്ങൾ ഇന്ന് അതുപോലെ ഒന്ന് പറഞ്ഞു നോക്കി, അപ്പൊ കാണങ്ങളെ ഞാൻ പറയുന്നില്ല. അപ്പൊ സഹോദരന്മാരെ, മുജാഹിദുകൾ സാധാരണഗതിയിൽ ഇത് ശിർക്കാണ്, ബിദ്അത്താണ്, പാടില്ലാത്തതാണ് എന്ന് പറയും. ഒരൊറ്റ കാര്യം ഞങ്ങൾ എല്ലാവരും പഠിപ്പിക്കുക. അതെന്താ? പരിശുദ്ധ ഖുർആനിലെ 6000-ൽ ചില്ലാനം വരുന്ന ആയത്തുകളിൽ ഏതെങ്കിലും ഒരൊറ്റ ആയത്തിൽ, നല്ല ശ്രദ്ധിക്കണം, ഒരൊറ്റ ആയത്തിൽ മൗലിദാഘോഷം മീലാദാഘോഷം ശിർക്കാണെന്നോ ഹറാമാണെന്നോ പാടില്ലാത്തതാണെന്നോ അനിസ്ലാമികമാണെന്നോ പരിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരായത്ത് കൊണ്ട് തെളിയിക്കാമെങ്കിൽ ഞങ്ങൾ ഈ പരിപാടി ഇന്നവിടെ നിർത്തും. പിന്നെന്താ? എന്തേ വേണ്ട? ഒരായത്ത് വേണ്ട. ഒരായത്ത് മുഴുവൻ ഓതാൻ കഴിയില്ല, ആരായത്ത് മതി. എന്തായിരിക്കണം ആയത്തിലുള്ള വിഷയം? മൗലിദാഘോഷം അനിസ്ലാമികമാകുന്നു. ഓതിയിട്ട് വന്നിട്ട് കാര്യം ഉണ്ടാവില്ല, അതൊക്കെ എല്ലാവർക്കും അറിയും. പുൽവല്ലാഹുവാണ് ഇവിടുത്തെ വിഷയം. മൗലിദാഘോഷം അനിസ്ലാമികമാകുന്നു എന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് തെളിയിക്കാൻ കഴിയോ?
നാളെ നേരം വെളുത്ത് തങ്ങൾ കാണുന്ന മുജാഹിദിനോടൊക്കെ അത് ചോദിക്കണം. ഓൻ പമ്പണം. നമ്മൾ കുറെ കാലമായി നമ്മളൊരു മയ്യത്ത് ഓലൊരു മുൻഗണനക്കേറുമായി നടക്കാൻ തുടങ്ങിയിട്ട് ഇനി അതൊന്നും മാറുകയാണ്. ഓലും മയ്യത്താവട്ടെ, ഇത്തരം മയ്യത്തയക്കുന്നത് ഇനി അതിമൊരു ആണി അടിച്ചാൽ മതി. അപ്പോ നമ്മളൊരു മുൻഗണനക്കേറായി ഒന്ന് പോയി നോക്കുക. പരിശുദ്ധ ഖുർആനിലെ 6000 ചില്ലാരും വരുന്ന ആയത്തുകളിൽ ഏതെങ്കിലും ഒരായത്ത് കൊണ്ട് മൗലിദാഘോഷം അനിസ്ലാമികമാണ് എന്ന് പറഞ്ഞ ഒരൊറ്റ ആയത്ത്, കൂടുതൽ വേണ്ടട്ടോ, ഒരായത്ത് ഇല്ലെങ്കിൽ ആയത്ത് തെളിയിക്കാൻ കഴിയൂല. കഴിയുമെങ്കിൽ ഞങ്ങൾ ഈ പരിപാടി നിർത്തിയായി. പിന്നെന്താ, മൗലിദാഘോഷം പരിപാടി ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്താണ്. രണ്ടാമത്തേത് ആയത്ത് പോട്ടെ, ആയത്തിലില്ല. ലക്ഷക്കണക്കിന് ഹദീസുകൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതായി നമുക്കറിയാം, ഇമാമുകൾ പഠിപ്പിച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ ലക്ഷക്കണക്കായ ഹദീസുകളിൽ ഏതെങ്കിലും ഒരു ഹദീസ്, ഒരൊറ്റ ഹദീസിൽ അള്ളാന്റെ റസൂല് പറയാണ്, മക്കളെ, റബീഉൽ അവ്വൽ മാസം എന്റെ ജന്മമാസമാണ്, അന്ന് നിങ്ങളാരും എന്റെ മൗലിദ് ആഘോഷിക്കരുതേ എന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ഒരു ഹദീസ്, വേറൊന്നും വേണ്ട, 2 ഹദീസ് വേണ്ട, ഒറ്റ ഹദീസ്. ലക്ഷക്കണക്കായ ഹദീസുണ്ട്. ആ ഹദീസുകളിൽ അഞ്ച് ബുഖാരിയിലും മുസ്ലിമിലുള്ളത് തന്നെ പറയണ്ട, ഏതെങ്കിലും ഹദീസ് ഗ്രന്ഥങ്ങളിലുള്ളതായാൽ മതി. എന്തായിരിക്കണം ഇതിലുള്ളത്? നമ്മൾ പ്രസംഗിക്കുമ്പോൾ തലക്കെ ചെല്ലുന്ന ഹദീസ് വക്കുള്ള വിദ്യാർത്ഥി പിന്നെ അതൊന്നും ഉണ്ടായാൽ പോരാ. എന്റെ ജന്മദിനാഘോഷമാണ് ജന്മം നടന്ന മാസമാണ് റബീഉൽ അവ്വൽ. ആ റബീഉൽ അവ്വൽ മാസത്തിൽ നിങ്ങൾ എന്റെ ജന്മദിനവും മീലാദാഘോഷവും നടത്തരുതേ എന്ന് റസൂല് പഠിപ്പിച്ച ഒരൊറ്റ ഹദീസ് ഇവിടെ കാണിച്ചു തരാൻ മുജാഹിദുകൾക്ക് കഴിയോ? ഞങ്ങളെ പരിപാടി മൗലിദാഘോഷം നിന്ന് നിർത്തിവിടെ ഈ ഒരു വർത്താനം പറയാ, ഞങ്ങളുണ്ടാവും മുൻനിരയിൽ. മതി കുട്ടികളെ, ഇതിന് ഹദീസിന് ഇങ്ങനെ ഒരു ഹദീസുണ്ട്, ഞമ്മക്ക് കിട്ടാത്ത ഹദീസായിരുന്നു, ഇന്നലെ ഇപ്പൊ അത് കിട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താൻ ഞങ്ങൾ മുമ്പന്തിയിലുണ്ടാവും. കഴിയോ? ലക്ഷക്കണക്കായ ഹദീസില്ലേ, ഒരു ഹദീസ് എന്റെ ജന്മദിനം നിങ്ങൾ ആഘോഷിക്കരുതേ എന്ന് റസൂല് പഠിപ്പിച്ച ഒരൊറ്റ ഹദീസ്, അതും പോട്ടെ. ലോക മുസ്ലിമീങ്ങളുടെ ഇജ്മാ ഇസ്ലാമിക പ്രമാണങ്ങളിലെ 3ാമത്തെ ശക്തമായ പ്രമാണമാണ്. ആ ഇജ്മായിൽ ഏതെങ്കിലും എത്രയോ കാര്യത്തിൽ മുസ്ലിം ലോകത്തിന്റെ ഇജ്മാഉണ്ട്, ഏകകണ്ഠമായ അഭിപ്രായം, അതാ ഇജ്മാ എന്ന് പറഞ്ഞാൽ. ആ ഇജ്മായിൽ ഏതെങ്കിലും ഒന്ന് കണ്ടോ? പണ്ഡിതന്മാരെല്ലാവരും ഏകോപിച്ചൊരു കാര്യം, റബീഉൽ അവ്വൽ മാസം 12 റസൂൽ ജനിച്ച ദിവസമാണ്, ആ മാസം റസൂലിന്റെ മാസമാണ്, അതുകൊണ്ട് ആ മാസത്തിൽ റസൂലുള്ളാഹിന്റെ മൗലിദാഘോഷം നടത്താൻ പാടുള്ളതല്ല എന്ന് ലോകത്തുള്ള പണ്ഡിതന്മാരൊക്കെ ഏകാഭിപ്രായം ഏകകണ്ഠമായി പറഞ്ഞ ഇജ്മാൽ, ഒരൊറ്റ ഇജ്മാൽ തെളിയിക്കാൻ കഴിയുന്നവരുണ്ടോ? ഞങ്ങൾ ഈ പരിപാടി നിർത്തിക്കോളാം. കഴിയോ? പിന്നെ എന്തിത്തെ കളി പറഞ്ഞത്? ഇത് ആഘോഷ അനിസ്ലാമികാണ് തൊള്ളവിടാതിട്ട് കാര്യമുണ്ടോ? അതൊക്കെ നിങ്ങളെ വീട്ടിൽ പോയി പറയാ, അടുക്കളയിലുണ്ടോ ഇരുത്തി ഓളോട് പറയാ, മനുഷ്യന്മാരോട് പറയാൻ പറ്റുമോ? ഇനി നോക്ക്, 4ാമത്തെ കാര്യം. അവിടെ ഒന്നുകൂടി ഞാൻ പോരുകയാണ്, താഴോട്ട് വരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഇവിടെ പ്രധാനമായി രംഗത്ത് വന്ന 4 ഖലീഫമാർ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. 4 ഖലീഫമാരുണ്ട് അല്ലേ? ഈ 4 ഖലീഫമാരിൽ ഏതെങ്കിലും ഒരാൾ, 4 ആൾ കൂടി മാണ്ടട്ടോ, ഏതെങ്കിലും ഒരു ഖലീഫ പറഞ്ഞു എന്ത്? ഇതാ റബീഉൽ അവ്വൽ മാസം എന്നാണ് റസൂലുള്ളാഹിന്റെ ജന്മദിനമാണ്, ജന്മമാസമാണ്, അതുകൊണ്ട് ആ റബീഉൽ അവ്വൽ മാസത്തിൽ നിങ്ങൾ മീലാദാഘോഷം നടത്തരുതേ, അത് തെറ്റാകുന്നു എന്ന് 4 ഖലീഫമാരിൽ ഏതെങ്കിലും ഒരു ഖലീഫ, ഒരു സഹാബി പറഞ്ഞത് തെളിയിക്കാൻ കഴിയോ? ഉണ്ടെങ്കിൽ പറയുന്നേ, അപ്പോഴല്ലേ വിഷയത്തോടെ ഏറ്റുമുട്ടുക. ഇത് കള്ളുടെ കയ്യൊറ്റമാതിരി ഇങ്ങനെ അതുണ്ടോന്ന് ചോദിച്ചപ്പോ ഇതുണ്ട് പറഞ്ഞ കാര്യമുണ്ടോ? നമ്മളെ വിഷയത്തിനല്ലേ തെളിവ് വേണ്ടത്. ഇങ്ങനെ കൊട്ടിയ ഒച്ച ഉണ്ടാവൂല, ഇങ്ങനെ കൊട്ടണം, അപ്പോഴേ ഒച്ച ഉണ്ടാവുള്ളൂ. ശബ്ദം ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെയാണ്. കള്ളുടേമാര് കയ്യൊട്ട ഇങ്ങനെ, അത് പുറത്തുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ആവുള്ളൂ. ഇതുപോലെ തെളിവ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. 4 ഖലീഫമാർ അവരാരെങ്കിലും പറഞ്ഞോ മൗലിദ് ആഘോഷിക്കരുതേ റബീഉൽ അവ്വൽ മാസത്തിൽ നിന്ന്? പറഞ്ഞിട്ടില്ല. ഇനി ഞാൻ ഒന്നുകൂടി താഴോട്ട് പോരാ. എത്രണ്ണായി? 4 5ാമത്തെ കാര്യം ഞാൻ ഒന്നുകൂടി താഴോട്ട് പറയുകയാണ്. 4 ഖലീഫമാർക്ക് ശേഷം മുസ്ലിം ലോകത്ത് വന്ന 4 മദ്ഹബിന്റെ ഇമാമുമാരുണ്ട്. 4 മദ്ഹബിന്റെ ഇമാമുമാർ: ഇമാമുൽ അഅ്ളം അബൂ ഹനീഫത്തുൽ കൂഫി, ഇമാമുൽ മാലിക്, ഇമാമുൽ ശാഫിഈ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹും. ഈ 4 മദ്ഹബിന്റെ ഇമാമുകളിൽ ആരെങ്കിലും ഒരു ഇമാം, ഒറ്റൊന്ന്, അവർ എത്രയോ ഗ്രന്ഥങ്ങൾ എഴുതി, എത്രയോ പ്രസ്താവനകൾ നടത്തിയ ആ ഇമാമുമാരിൽ ആരെങ്കിലും ഒരാൾ നടത്തിയ ഒരു പ്രസ്താവന
എന്ത്? റബീഉൽ അവ്വൽ മാസം റസൂൽ ജനിച്ച മാസമാണ് മക്കളെ. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദാഘോഷം നടത്താൻ പാടില്ല, അത് ശിർക്കാണ്, അല്ലെങ്കിൽ കുഫറാണ്, അല്ലെങ്കിൽ ബിദ്അത്താണ്, അല്ലെങ്കിൽ ഹറാമാണ്, അല്ലെങ്കിൽ നരകത്തിലേക്കാകുന്നു എന്ന് എന്തെങ്കിലും പറഞ്ഞ രൂപത്തിൽ, ഏതെങ്കിലും രൂപത്തിൽ അവർ പറഞ്ഞ ഒരൊറ്റ പ്രസ്താവന, കൂടുതൽ വേണ്ടപ്പോ ഒറ്റ പ്രസ്താവന, ഇത് നിങ്ങൾ നാളെ മുജാഹിദിനോടാണ് ഞാൻ പറഞ്ഞു, നിങ്ങളോടാണ് പറഞ്ഞത്. ഇത് നാളെ നിങ്ങൾ കാണുന്ന മുജാഹിദിനെ കാണുമ്പോൾ തന്നെ, നേരം വെച്ച് കാണുമ്പോൾ തന്നെ കണ്ണും തിരുമ്പി വരുന്ന മുജാഹിദിനെ കണ്ടിട്ട് ഈ ചോദിക്കേണ്ട ചോദ്യമാണ്, ഓടടാ ഓട്ടം ഓടണം, വേറെ പിന്നെ ഓൻ കാണരുത്, ഓന് മൗലിദാഘോഷം ശിർക്കാന്ന് പറയാൻ പിന്നെ തോന്നരുത്. ലോകത്ത് നിങ്ങൾ പറയും എത്ര ഇമാമുകൾ കിതാബ് എഴുതി, ആരെങ്കിലും പറഞ്ഞു? 4 ഖലീഫമാര്, 4 മദ്ഹബിന്റെ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒരാളും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ ഇത് ശിർക്കാകുക? എങ്ങനെ ഇത് ബിദ്അത്താകുക? എങ്ങനെ ഇത് അനിസ്ലാമികമാകുക? എന്താ തെളിവ്? അനിസ്ലാമികം എന്താ തെളിവ്? മൗലവിന്റെ തൊള്ള, വേറെന്താ? അത് കൂടി വീട്ടിലുള്ളവർക്ക് തെളിവാവുള്ളൂ, മനുഷ്യന്മാർക്ക് തെളിവാവൂല. ഇതാണ് അതേക്കുറിച്ച് പറയാനുള്ളത്. ചോദ്യത്തിന്റെ ഉത്തരം കുറച്ച് നീണ്ടുപോയി. രണ്ടാമതൊരു ചോദ്യം കൂടി അതിലുണ്ട്. അതെന്താ? സൗദി അറേബ്യയിൽ മക്കത്തും മദീനത്തും ഒക്കെ ഇതുണ്ടോ? ഞാൻ പറയുന്നില്ല. മക്കയിലെ ആഘോഷ സുദിനങ്ങൾ വിശദീകരിക്കുന്ന കിതാബ് 100 മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥം അല്ലാമ അബൂ ഇസ്ഹാഖ് മുഹമ്മദ് ബിൻ അബി ഇസ്ഹാഖ് ഖുവാറസമി മഹാനവറുകൾ എഴുതിയ ഗ്രന്ഥമാണ് എന്റെ കയ്യിൽ. ഇസാറത്തു തർഗീബി വത്തശ്വീഖ് ഇലാ താരീഖിൽ മസാജിദി സലാസതി വൽ ബൈത്തിൽ അതീഖ്. ഈ കിതാബിൽ പറയുന്നത് കണ്ടോ, അൽ മൗസിമു സാനി അൽ-ഫസ്ലുൽ 50 ഫീ ദിക്രിൽ മവാസിം അല്ലത്തി ബി മക്ക. മക്കയിലുള്ള ആഘോഷ സുദിനങ്ങളെ പറ്റി പറയുന്ന ഭാഗമാണ്, അധ്യായമാണ്. അതിൽ പറയുന്നു അൽ മൗസിമു സാനി, രണ്ടാമത്തെ ആഘോഷ സുദിനം ഏതാ? വഹുവ സാനി അശ്റ മിൻ ശഹ്രി റബീഉൽ അവ്വൽ. റബീഉൽ അവ്വൽ മാസം 12-നാകുന്നു. മക്കയിൽ നടക്കുന്ന ആഘോഷ സുദിന എങ്ങനെയൊക്കെയാണ്? വഹുവ യൗമു മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള ജനിച്ച ദിവസമാണ് അന്നാണ് മക്കയിൽ നടക്കുന്ന രണ്ടാമത്തെ ആഘോഷം. എങ്ങനെയാണ് ആഘോഷം തുടങ്ങുന്നത്? മഹാനവറുകൾ ഇതിൽ പറയുന്നു, ഫീ ലൈലത്തിൽ ഹാദി അശ്റ മിൻ ശഹ്രി റബീഉൽ അവ്വൽ. റബീഉൽ അവ്വൽ മാസം 11-ന്റെ രാവിൽ തന്നെ സംഗതി തുടങ്ങുകയായി. തജ്തമിഉൽ ഖൽഖുൻ കസീറുൻ, മക്കത്തുള്ള എല്ലാ ആളുകളും ഒരുമിച്ച് കൂടുന്നു. ഫീ മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള ജനിച്ച സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നു. വയസൂറുനഹു, അതിനെ അവർ സന്ദർശിക്കുന്നു. വഫിൽ ലൈലത്തി സാനിയ അശ്റ അയ്വൻ, 12-ന്റെ രാവിലും ജനങ്ങൾ യഹ്ദുറൂന ഫീ മൗലിദിഹി ഖൽഖുൻ കസീറുൻ, ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടുന്നു. മിനൽ ഉലമാഇ വൽ ഫുഖഹാഇ വൽ ഖുലാത്തി വൽ മുഅദ്ദിനീന വൽ മുജാവിദീന വൽ ഖതീബി വജമീഉൽ ഖലായിഖ്. എല്ലാ സൃഷ്ടികളും, കാവ്യരും ഖതീബും കർമ്മശാസ്ത്ര പണ്ഡിതരും ഹദീസ് പണ്ഡിതന്മാരും ബാങ്കി കൊടുക്കുന്നവരും എല്ലാവരും അവിടെ ഒരുമിച്ച് കൂടുന്നു. റസൂൽ ജനിച്ച സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നു. കണ്ടോ, അസ്സിഗാരി വൽ കിബാർ, ചെറിയവരും മുതിർന്നവരും, മിനൽ മക്കിയീന വഗൈരി, മക്കക്കാരും അല്ലാത്തവരും എല്ലാവരും ഒരുമിച്ച് കൂടുകയാണ്. എന്നിട്ടോ യൗതൂന മഅഹും ബിശ്ശുമൂഇ വൽ ഖനാദീലി വൽ ഫവാനീസി, അവർ വെറുതെ അല്ല, അവർ മെഴുകുതിരി. അന്നിപ്പോ ഈ നമ്മളെ ഈ ലൈറ്റും കറണ്ടും വെളിച്ചൊന്നുമില്ല, അന്നത്തെ വെളിച്ചം രാത്രിയായി വരുന്നത്, അന്ന് മെഴുകുതിരി. അതുപോലെ തന്നെ പാനീസ്, ഈ തൂക്കിപ്പിടിച്ച പാനീസ്, കെട്ടിത്തൂക്കാൻ പറ്റിയ ഈ രൂപത്തിലുള്ള വിവിധ വിളക്കുകളുമായിട്ടാണ് വരുന്നത്. വയഖ്തുബുൽ ഖതീബു അലൽ മിമ്പർ, എന്നിട്ട് ഹറമിലെ ഖതീബ് ആ മിമ്പറിൽ വെച്ചുകൊണ്ട് ഖുതുബ ഓതുകയാണ്. വയദ്കുറു മൗലിദഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാമാതിഹി, റസൂലുള്ളാഹിന്റെ ജനനത്തെക്കുറിച്ചും ജനിച്ചപ്പോഴുണ്ടായ അത്ഭുതങ്ങളെക്കുറിച്ചും ഖതീബ് ഉജ്ജ്വലമായ പ്രഭാഷണം നടത്തുകയാണ്. ഖുതുബ ഓതുക എന്നല്ല ഈ പറഞ്ഞത്, ഇത് രാത്രിയിൽ വെള്ളിയാഴ്ചന്റെ ഖുതുബ ഉണ്ടാവില്ല, ഇതൊരു പ്രസംഗം നടത്തുകയാണ്, മൗലിദാഘോഷം നടത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നോക്കൂ നിങ്ങൾ. എന്നിട്ടോ അവർ സുമ്മ യഖ്റുജൂന ഫൗജൻ ഫൗജൻ, അവരിങ്ങനെ സംഘമായി അല്ല, സുമ്മ യുസല്ലൂന തതവ്വുഅത്തി, പിന്നെ അവർ സുന്നത്ത് നിസ്കാരം നടത്തുന്നു. സുമ്മ യഖ്റുജൂന ഫൗജൻ ഫൗജാ വയതസദ്ദഖൂന അലൽ ഫുഖറാഇ വൽ മസാകിൻ, പാവങ്ങൾക്ക് സ്വതഖ ചെയ്യുന്നുമുണ്ട്. വയുദീഫൂന അൽ മുജാഹിദീന വൽ ഫുഖറാഅ വസ്സാലിഹീൻ, പാവങ്ങള് ആലിമീങ്ങള് അവരൊക്കെ ഇവർ നല്ല സൽക്കാരം നടത്തുന്നുണ്ട്, ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ എല്ലാ പരിപാടികളും നടത്തുന്നു. മാത്രമല്ല വഫി യൗമി സാനി അശ്ർ ബഅദ സ്വലാത്തി സുബ്ഹ്, സുബഹിന്റെ മുമ്പ് അവർ റസൂലുള്ള ജനിച്ച സ്ഥലം സിയാറത്ത് ചെയ്യുന്നു. എന്നിട്ടോ
സുബഹി നിസ്കാരത്തിന് ശേഷം യഫ്തഹൂന ബാബൽ കഅബ, കഅബത്തിന്റെ ആ വാതിൽ തുറക്കുകയാണ്. വയദ്ഖുലുഹന്നാസ്, കഅബാലയത്തിലേക്ക് ഒരു വിശിഷ്ട ദിവസമല്ലേ, അതുകൊണ്ട് കഅബാലയത്തിലേക്ക് ആളുകൾ പ്രവേശിക്കുന്നു. വയുസല്ലൂന ഫിഹാ, അതിൽ അവർ നിസ്കരിക്കുന്നു. വയദ്ദഹിബൂന ഫിഹാ, ഭയങ്കര തിക്കും തിരക്ക് അനുഭവപ്പെടുന്നു. ثم يخرجون فرقا من العلماء والمجاورين والمشايخ, പിന്നെ അവിടുന്ന് ഓരോ ആളുകൾ സംഘമായി പണ്ഡിതന്മാരും മശായിഖുമാരുമൊക്കെ യംശൂന ഇലാ മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള ജനിച്ച സ്ഥലത്തേക്ക് അവർ വീണ്ടും സംഘമായി പോകുന്നു. ഇതൊക്കെ മക്കത്ത് നടക്കുന്ന മൗലിദാഘോഷത്തിന്റെ വിവരണം നൂറ്റാണ്ട് മുമ്പ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് അൽ ഖുവാറസ്മി മഹാനവറുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള യാഥാർത്ഥ്യമാണ്. അവരുടെ സ്വന്തം കിതാബാണിത്. ഇങ്ങനെ 100 ഉണ്ട്. അൽ മിഅ്യാറുൽ മുഅറബ് എടുത്ത് പരിശോധിച്ചാൽ കാണാം. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിന്റെ ദിവസത്തിൽ മക്കക്കാർ നടത്തുന്ന ആഘോഷ വിഷയങ്ങൾ പറയുന്നുണ്ട്. മാത്രമല്ല ഇബ്നു ബത്തൂത്തയുടെ വലിയ യാത്രാ സഞ്ചാരിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ യാത്രാ സഞ്ചാര കഥ എഴുതിയ ആ യാത്രാ വിവരണത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മക്കത്ത് റബീഉൽ അവ്വൽ 12 വമ്പിച്ച ആഘോഷ പരിപാടികളാണ്. ഇമാം ഇബ്നു ജുബൈർ ഇബ്നു ജുബൈറിൽ എടുത്ത് പരിശോധിച്ചാൽ വലിയ സഞ്ചാരിയാണ്. അദ്ദേഹത്തിന്റെ ഇബ്നു ജുബൈർ എന്ന കിതാബ് നോക്കിയാൽ അതിലും നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ടവര് ഹിജറ 6ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാപണ്ഡിതനാണ്. മഹാനായ ആര്? ഇമാം ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഹിജറ 539 ജനിച്ച മഹാനാണ്. അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട ജനിച്ച ദിവസം യുഫ്തഹു ഹാദൽ മൗദിഉൽ മുബാറക്, റസൂൽ ജനിച്ച ഈ സ്ഥലം തുറക്കപ്പെടുന്നു. ഫയദ്ഖുലുഹുന്നാസു കാഫത്തൻ, ജനങ്ങളെല്ലാവരും റസൂൽ ജനിച്ച സ്ഥലത്തേക്ക് പ്രവേശിക്കും. മുതബർരികീന ബിഹി, റസൂലുള്ളാഹി ജനിച്ച സ്ഥലം ബറക്കത്തെടുത്തുകൊണ്ട് അവർ അതിലേക്ക് അവരുടെ സമയം ചെലവഴിക്കുന്നു. ഫീ ശഹ്രി റബീഉൽ അവ്വൽ വയൗമൽ ഇസ്നൈനി, റബീഉൽ അവ്വൽ മാസത്തിൽ റസൂൽ ജനിച്ച ദിവസത്തിൽ അവരെങ്ങനെ ചെയ്യുന്നു. ഒരുപാട് കിതാബ് ഇനിയുണ്ട്. ഞാൻ എല്ലാം കൂടി 100 കിതാബെങ്കിലും എനിക്ക് ഇവിടെ നിന്ന് പറയാൻ കഴിയും. 100 ഉണ്ടെങ്കിലും. മൗലിദാഘോഷം പുണ്യകർമ്മമാണ്, പൂർവീകർ ആഘോഷിച്ചിട്ടുണ്ട്, അത് സുന്നത്താണ്, അത് പുണ്യകർമ്മമാണ് എന്ന് എഴുതിയ രേഖപ്പെടുത്തിയ കിതാബുകൾ ഇമാമുകൾ അവരൊക്കെ പറഞ്ഞത് 100 പറയാൻ എനിക്ക് ഇവിടെ കഴിയും. സമയം എന്നെ അനുവദിക്കാത്തത് കൊണ്ടാണ് ഞാൻ നിർത്തുന്നത്. ഒരൊറ്റ പറയാം. താബിഈകൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഏത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതും സ്വഹാബത്തിന്റെ ഒക്കെ ഞാൻ പറഞ്ഞു. ഇനി താബിഈകളുടെ നേതാവ് ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. ആരാ ഹസനുൽ ബസ്രി? 400 സ്വഹാബികളിൽ നിന്ന് ദീന് പഠിച്ച മഹാനാണ്. 400 സ്വഹാബികൾ. ഉമ്മുൽ മുഅ്മിനീൻ, റസൂലുള്ളാഹിന്റെ ഭാര്യ ഉമ്മുൽ മുഅ്മിനീൻ ആരാ? മഹദിയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ. അവരുടെ മടിത്തട്ടിൽ കിടന്ന് വളർന്നവരാ മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. ഹിജറ 110 വഫാത്തായ ആള്. സാധാരണ മുജാഹിദ് പറയും 300 ശേഷം, അല്ല, 300ന്റെ ഉള്ളിൽ 110 വഫാത്തായ മഹാൻ പറയുന്നത് എന്താണെന്നറിയോ? അദ്ദേഹം പറയുന്നു, ഹസനുൽ ബസ്രി പറയുന്നു, ഉഹദ് പർവ്വതം സമാനമായി എനിക്ക് സ്വർണമുണ്ടായിരുന്നെങ്കിൽ. ഉഹദ് പർവ്വതം എന്ന് പറഞ്ഞാൽ അതേതാ? മദീനയിൽ പോയവർക്കറിയാം, കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന ഒരു പർവ്വതമാണ്. ആ പർവ്വതം മുഴുവനും സ്വർണമായിരുന്നെങ്കിൽ, സ്വർണം ആയി എനിക്കുണ്ടായിരുന്നെങ്കിൽ അത് മുഴുക്കയും ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഓതാൻ വേണ്ടി ആ സംഖ്യ അത്രയും ഞാൻ ചെലവഴിക്കുമായിരുന്നു. മുജാഹിദുകൾക്ക് കൂടി സ്വീകാര്യമായ, അവരുകൂടി ഉദ്ധരിക്കുന്ന കിതാബിൽ നിന്നാണ് ഞാൻ ഇത് വായിക്കുന്നത്. സഹോദരന്മാരെ, 100 പൂർവീകരായ ആളുകൾ എല്ലാവരും ഇത് ചെയ്തതാണ്. എന്തിനാ അങ്ങനെയൊക്കെ അങ്ങോട്ടൊക്കെ പോകുന്നത്? കിതാബ് ഇപ്പൊ അറബിയിലുള്ളതല്ലേ, അതിപ്പോ മുജാഹിദ് ചിലപ്പോൾ കിട്ടിക്കോളന്നില്ല. നമ്മൾ ഒന്നുകൂടി താഴോട്ട് വരിക. 1921 മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ രൂപീകരിക്കപ്പെടുന്നത്. ആ രൂപീകരിക്കപ്പെടുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അന്നത്തെ പ്രാചീന നേതാക്കൾ, ഒന്നാമത്തെ പ്രസിഡന്റ് KM മൗലവി, തൊട്ടു താഴെയുള്ള EK മൗലവിയും, അവരൊക്കെ മൗലിദാഘോഷത്തെക്കുറിച്ച് പറഞ്ഞത് എന്താ? അത് ശിർക്കാണ്, ബിദ്അത്താണ്, അനാചാരാണ് എന്നാണോ? അല്ല. ഇതേതാ? അൽ ഇർഷാദ് മാസികയാണ്. അൽ ഇർഷാദ് മാസിക EK മൗലവിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതാണ്.
അല്ല ഇ കെ മൗലവി അവരുടെ പ്രസ്ഥാനത്തിന്റെ നായകനാണ് എന്ന് ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനൊരാമുഖം എന്ന ഈ പുസ്തകത്തിൽ അവർ രേഖപ്പെടുത്തിയതാണ്. ഈ അൽ ഇർഷാദ് ഇ കെ മൗലവിയുടെ നേതൃത്വത്തിലുള്ള അൽ ഇർഷാദ് മാസികയിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനമാണ് ഞാൻ വായിക്കുന്നത്. ഇതിൽ 1925 അവർ പുറത്തിറക്കിയ ഈ പറഞ്ഞ 1343 ഹിജ്റ വർഷം അതിൽ അവർ എഴുതുന്നു താരീഖുൽ മൗലിദി വഹുക്മുഹു. മൗലിദിനെ കുറിച്ച് എഴുതുക. എന്താ എഴുതുന്നത്? റബീഉൽ അവ്വൽ മാസം ആരംഭം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മൗലിദ് കൊണ്ടാടുക എന്ന സമ്പ്രദായം മശ്രിഖ് മുതൽ മഗ്രിബ് വരെ നടന്നു വരുന്ന ഒന്നാണല്ലോ. മശ്രിഖ് മുതൽ മഗ്രിബ് വരെ ലോകത്ത് മുഴുവനും നടക്കുന്ന കാര്യമാണ് റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിക്കുക എന്ന് പറഞ്ഞത്. എന്നിട്ട് പറയുന്നുണ്ടോ, മുസ്ലിമീങ്ങൾ താമസിച്ചു വരുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് ഈ ആചാരം ഇല്ലെന്ന് പറയുവാൻ സാധിക്കുകയില്ല. മുസ്ലിങ്ങൾ എവിടെണ്ടോ അവിടൊക്കെ ഇതുണ്ട്. അപ്പൊ വല്ല രണ്ടത്താണി പോലെയുള്ള മുജാഹിദ് നാട്ടിലും അല്ല ഇവിടെ വിചാരിക്കൂല, വല്ല മുജാഹിദ് ഗ്രാമത്തിലും മൗലിദാഘോഷം നടക്കുന്നില്ലേ, അതിന്റെ അർത്ഥം അവിടെ മുസ്ലിങ്ങളില്ല എന്നാണ്. അവിടെ മുജാഹിദുകളേ ഉള്ളൂ, മുസ്ലിങ്ങളില്ല എന്നാണ് എന്ന് മുജാഹിദിന്റെ അൽ ഇർഷാദ് മാസികയാണ് ഈ പറയുന്നത്. നിങ്ങൾ ചിന്തിക്കണം. ഇത് വായിക്കുമ്പോൾ മുജാഹിദ് പറയും അത് പച്ച നുണയാണ്, അതിന്റെ അപ്പുറം അങ്ങനെയുണ്ട് ഇപ്പുറം ഇങ്ങനെയുണ്ട്. അങ്ങനൊക്കെ നേതാക്കൾ പറഞ്ഞ് ആണി മേടി പഠിപ്പിച്ചു കൊടുത്തിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ റബീഉൽ അവ്വൽ മാസം ആയതുകൊണ്ട് ഈ ലെക്ക ഒന്നാകെടുത്തും കൊണ്ടാ പോകുന്നത്. ഇത് ഫോട്ടോ കോപ്പി അല്ല, ഇത് ഈ ലെക്കൻ തന്നെ മുഴുവനായിട്ടുള്ള ലെക്കാണ്. അൽ ഇർഷാദിന്റെ റബീഉൽ അവ്വൽ ഈ ലെക്ക അത് മുഴുവൻ എടുത്തു. എന്താണെന്നറിയാം, ഈ സദസ്സിൽ ഏതെങ്കിലും ഒരു മുജാഹിദ് മുജാഹിദിന് അപ്പുറത്ത് വായിച്ചാൽ അതിന് മുമ്പെന്താ, അതിന് എതിരുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഓല് ഇടങ്ങേറാകണ്ടെന്ന് കരുതിയിട്ട് ഞാൻ തന്നെ തന്നെ കൊടുത്ത് കാണിച്ചതാണ്. അങ്ങനെ വല്ല മറുപടിയും പറയാൻ ഉദ്ദേശിച്ചവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം, നോക്കാം, ഉറപ്പുവരുത്താം, സംശയം തീർക്കാം. ഞങ്ങൾ അങ്ങനെ വല്ലതും മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ചെലവിൽ ഞങ്ങൾ ഉണ്ടാക്കിയ സ്റ്റേജ്, മൈക്ക്, ലൈറ്റ്, സംവിധാനം, സൗണ്ട്, ഇതിന് നിങ്ങൾക്കത് വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യവും നിങ്ങൾക്കുണ്ട്. പച്ച നുണയാണ് മുജാഹിദ് സാധാരണ പറയാറുള്ളത്. അപ്പൊ സഹോദരന്മാരെ, മൗലിദ് ആഘോഷിക്കണം എന്നാ പറഞ്ഞത്. ഇനി നോക്ക്, ഇനി അൽ മുർഷിദ് മാസികയാണ്. ഇതിലെന്താ പറഞ്ഞിട്ടുള്ളത്? അത് കുറച്ചുകൂടി ഉഷാറില്ല. ഉത്തമ ഗുരു ദൈവ സന്ദേശവാഹി ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ. റബീഉൽ അവ്വൽ മാസം എന്ന് പറഞ്ഞാൽ റസൂലുള്ള ജനിച്ച മാസമാണ്. പഴയ കാലത്തെ മുജാഹിദ് പഠിപ്പിച്ചത് അങ്ങനെ. ഇപ്പത്തെ മുജാഹിദുകൾ പറഞ്ഞത് റസൂൽ റബീഉൽ അവ്വൽ അല്ല ജനിച്ചത്, റമദാനിലാണ് ജനിച്ചത് എന്ന്. അപ്പൊ പുതിയ സിദ്ധാന്തം കുറച്ചു കാലമായിട്ട് ഇപ്പൊ അങ്ങനെ വായിൽ വരുന്നത് കോതക്ക് പാട്ട് എന്നല്ലേ, അങ്ങനെ ഓരോന്ന് പാടുക. അപ്പൊ എന്താ തൊള്ളിയിൽ വരുന്ന അപ്പാട് പറയും. ഇതാണ് മുജാഹിദ് മതം. ഇരിക്കട്ടെ, പഴയ പ്രാചീന നേതാക്കൾ, ഒന്നാമത്തെ പ്രസിഡന്റും അനുയായികളും പറഞ്ഞതെന്താ? ഉത്തമ ഗുരു ദൈവ സന്ദേശവാഹി ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ. അതിനാൽ ആ മാസത്തെ മുസ്ലിം ലോകം ആഗമനം കൊണ്ടാടുന്നു. മുസ്ലിങ്ങളെല്ലാവരും ഈ മാസം കൊണ്ടാടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ടോ, ലോകം മുഴുവനും കൊണ്ടാടേണ്ടതുമാണ്. അതല്ല, ലോകം മുഴുവനും. മുജാഹിദുകളോട് വസിയ്യത്ത്, മക്കളെ ഇത് എതിർക്കാൻ നിൽക്കണ്ട, അന്ന് കരിദിനം ആചരിക്കാൻ നിൽക്കണ്ട, അന്ന് പോസ്റ്റർ ഒട്ടിക്കാൻ നിൽക്കണ്ട, ലോകം മുഴുവനും ഇത് കൊണ്ടാടേണ്ടതാണ് മുജാഹിദുകൾ നേതാക്കൾ. എന്നിട്ട് പറയുന്നുണ്ടോ, ഈ കൊണ്ടാട്ടം പല നല്ല കാര്യങ്ങളും സാധിപ്പിക്കുന്നുണ്ട്. തിരുമേനിയോടുള്ള സ്നേഹത്തെ മനുഷ്യ ഹൃദയങ്ങളിൽ ഊന്നിപ്പിടിപ്പിക്കുന്നു. ഈ കൊണ്ടാട്ടം, ഈ മൗലിദാഘോഷം കൊണ്ട് വലിയ കാര്യമുണ്ട്. എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് ഖൽബിലുണ്ടാക്കാൻ ഇതുമൂലം കഴിയുന്നു. ആരാത് പറഞ്ഞത്? ഷെയ്ഖുന AP ഉസ്താദ് എഴുതിയതല്ല, കണ്ണിയത്ത് ഉസ്താദ് എഴുതി പിടിപ്പിച്ചതല്ല. ഇത് എഴുതിയതാരാ? ഇത് മുജാഹിദിന്റെ ഒന്നാമത്തെ പ്രസിഡന്റും അനുയായികളും കൂടി ഇറക്കിയ മാസികയാണ് അൽ മുർഷിദ് മാസിക. അതിലാത് പറയുന്നത്. ഇതിനവസാനം പറയുന്നു, നോക്ക് നിങ്ങൾ, മൗലിദിന്റെ മജ്ലിസ്, ഈ കാര്യങ്ങൾ സാധിക്കുന്ന സദസ്സ് ഒരു പുണ്യ സദസ്സ് തന്നെയാണ്. മൗലിദിന്റെ മജ്ലിസ് ഒരു പുണ്യ സദസ്സ് തന്നെയാണ്.
അത് ബിദ്അത്തല്ല, അത് ളലാലത്തല്ല, അത് നരകത്തിലേക്ക് പോകുന്നതല്ല, അത് ഹറാമല്ല, അത് കറാഹത്തല്ല, അത് ഖിലാഫുൽ ഔലയല്ല. പിന്നെന്താ? പുണ്യ സദസ്സാകുന്നു. പുണ്യ സദസ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പുണ്യ സദസ്സ്, പുണ്യം എന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ വാജിബായിരിക്കണം അല്ലെങ്കിൽ സുന്നത്തായിരിക്കണം. മിനിമം സുന്നത്ത് അല്ലെങ്കിൽ വാജിബ്. അന്നത്തെ മുജാഹിദുകൾക്ക് മൗലിദാഘോഷം, മൗലിദിന്റെ മജ്ലിസ് ഒന്നുകിൽ വാജിബ് അല്ലെങ്കിൽ സുന്നത്ത്. കണ്ടോ, മുജാഹിദ് എഴുതുകയാണ് ഇതില്. എന്നിട്ട് പറയുന്നത് കേട്ടോളൂ നിങ്ങൾ, അതിൽ ഒരു പുണ്യ സദസ്സ് തന്നെയാണ്. തെക്കീതാക്കിയിട്ടാ പറഞ്ഞത്. ഇനി വല്ല മുജാഹിദ് കുട്ടികളും അല്ലാന്നിട്ട് പറയുമെന്ന് കരുതിയിട്ട് മൂപ്പര് അതിനും കൂടി അടച്ചിട്ടാ പറഞ്ഞത്. ഒരു പുണ്യ സദസ്സ് തന്നെയാണ്, അതിൽ സംബന്ധിക്കുവാൻ തൗഫീഖ് ലഭിക്കുന്നവർ ഭാഗ്യവാന്മാരുമാണ്. മൗലിദിന്റെ മജ്ലിസിൽ സംബന്ധിക്കുവാൻ തൗഫീഖ് ലഭിക്കുന്നവർ ഭാഗ്യവാന്മാരുമാണ്. അന്താ ഉമ്മുൻ അം ആബൂ മറഅയ്നാ ഫീഹിമാ مثل حسنك قطعا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاهي എന്നൊരു വിടുന്ന മൗലിദിന്റെ മജ്ലിസിൽ സംബന്ധിക്കുവാൻ തൗഫീഖ് ലഭിക്കുന്നവർ ഭാഗ്യവാന്മാരാകുന്നു. അപ്പൊ അതിലെല്ലാവർക്കും സംബന്ധിക്കാൻ തൗഫീഖ് ഉണ്ടാവില്ല. അപ്പൊ അതിൽ സംബന്ധിക്കാത്ത മുജാഹിദുകളൊക്കെ നിർഭാഗ്യവാന്മാരാണ്. ഓരോ കാര്യം മഹാകഷ്ടാണ്. അതല്ലേ തന്നെ കഷ്ടാണ്, ഇനി ഇതുകൂടി ആവുമ്പോൾ മഹാകഷ്ടാണ് എന്നാവ പറഞ്ഞത് KM മൗലവി. നോക്കുങ്ങൾ, ഇതാണ് മൗലിദാഘോഷം. അപ്പൊ അന്നൊക്കെ മുജാഹിദുകൾക്ക് ഇത് പുണ്യകർമ്മമായിരുന്നു. 925 അന്ന് സുന്നത്ത പുണ്യകർമ്മ ഒന്ന് അല്ലെങ്കിൽ വാജിബ, രണ്ടാലൊന്നാ മുജാഹിദ് പറഞ്ഞത്. മിനിമം സുന്നത്ത് എന്ന് പിടിക്കുമ്പോൾ പുണ്യാണ്. 25 സുന്നത്ത, 30 സുന്നത്ത, 35 സുന്നത്ത, 40 സുന്നത്ത, 45 സുന്നത്ത, 50 സുന്നത്ത. പിന്നെ എന്നേപ്പോ ഇത് ബിദ്അത്തും ളലാലത്തും നരകത്തേക്ക് പോണ പരിപാടിയായത്. ഇത് നരകത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് ഇതിന് ശേഷം എന്നാണ് മുജാഹിദ് ആഫീസിലേക്ക് ജിബ്രീൽ ഇറങ്ങി വന്നത് എന്ന് പറയേണ്ടത് അവരല്ലേ? സഹോദരന്മാരെ, ഇതൊക്കെ മുജാഹിദിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണങ്ങളാണ് എന്ന് മുജാഹിദുകൾ തന്നെ പറയുന്ന അവരുടെ ഈ അടുത്ത് എഴുതിയത് ഞാൻ ഇപ്പൊ എടുത്ത് വായിക്കും, സംശയമുണ്ടെങ്കിൽ നോക്ക് നിങ്ങൾ. അപ്പൊ അവരുടെ നേതാക്കളൊക്കെ അടയാളപ്പെടുത്തിയ, പ്രഖ്യാപിച്ച, എഴുതിയ, ചെയ്ത സംഗതികളാണ്. മൗലിദ് ആഘോഷത്തിൽ നിങ്ങൾക്കറിയോ, ഇത് പ്രഖ്യാപിക്കൽ മാത്രമല്ല, മൗലിദ് നടത്തിയ കഥയും കൂടി ഇതിൽ പറയുന്നുണ്ട്. അതെന്താ? ഈ സന്ദർഭത്തിൽ 2 കൊല്ലമായി മുസ്ലിം ഐക്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരാറുള്ള മൗലിദാഘോഷം ഈ പ്രാവശ്യവും റബീഉൽ അവ്വൽ മാസം 12-ാം തീയതി തന്നെ ഭംഗിയായി കഴിച്ചുകൂടി എന്നുള്ള വിവരം ഞങ്ങൾ വായനക്കാര് സന്തോഷപൂർവം അറിയിച്ചുകൊള്ളുന്നു. എങ്ങനെ അറിയിക്കണത്? ദുഃഖപൂർവ്വമല്ല, സന്തോഷപൂർവം അറിയിച്ചുകൊള്ളുന്നു. ഞങ്ങൾ മുജാഹിദാണ്, മുസ്ലിം ഐക്യസംഘം തന്നെ മുജാഹിദിന്റെ 1ാമത്തെ രൂപമാണ് എന്ന് ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് ഒരു ആമുഖമെന്ന കേരള നദുവത്തുൽ മുജാഹിദീൻ മുജാഹിദ് സെന്റർ കോഴിക്കോട്ട് നിന്ന് പ്രസിദ്ധീകരിച്ച ₹1.25 വിലയുള്ള ഈ പുസ്തകത്തിൽ അവർ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് ഇത് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദ്യ രൂപമാണ് ഏത്? മുസ്ലിം ഐക്യസംഘം. അപ്പൊ അതിന്റെ കീഴിൽ അവർ നടത്തിയിട്ടുണ്ട് എന്ന് സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുകയാണ്. എറിയാട്, കൊടുങ്ങല്ലൂരിനടുത്ത സ്ഥലമാണ് എറിയാട് ലോവർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് കൊണ്ടാടപ്പെട്ട ഈ സുദിനത്തിൽ കൂടിയ വിദ്യാർത്ഥി സമ്മേളനത്തിലും മഹായോഗത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം, ബാല്യം, മതപ്രചരണം, സ്വഭാവ വൈശിഷ്ട്യം എന്നിങ്ങനെ നബി ചരിത്രത്തിലെ പ്രധാനപ്പെട്ട മിക്ക ഭാഗങ്ങളെയും കുറിച്ച് മലയാളത്തിൽ ഓരോ മാന്യന്മാര് സംസാരിക്കുകയുമുണ്ടായി. ഓരോ ആൾക്കാർ പ്രസംഗിച്ചു. അർത്ഥം നമ്മളൊരു മുജാഹിദ് അർത്ഥമറിയാതെ കുറെ അറബി വാക്യങ്ങൾ വായിച്ചാലേ മൗലിദ് ശരിപ്പെടുകയുള്ളൂ എന്ന് ശഠിക്കുന്നവർക്ക് നീരസം തോതാതിരിക്കത്തക്കവണ്ണം അറബിയിൽ മൗലിദ് ഓതുവാനും കുറെ സമയം വിനിയോഗിക്കാതിരുന്നില്ല. ഇങ്ങനെ പിടിച്ചിട്ട് ചെവി പിടിച്ച ഞങ്ങൾ അറബിയിൽ മൗലിദ് ഓതിയെന്നപ്പോ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഷറഫലാന മൗലിദ് ഓതിയും ഇതാണ്.
അതും അവരോതി. എന്നിട്ട് പറഞ്ഞോ, യോഗത്തിൽ പങ്കെടുത്തവർക്കും അല്ലാത്തവർക്കൊക്കെ ഒരു വിരുന്ന് നൽകുകയുമുണ്ടായി, ചീരണിയും നൽകി. അന്ന് മുജാഹിദുകൾക്ക് ഇതൊക്കെ തൗഹീദാണ്, ഇതൊക്കെ സുന്നത്താണ്, ഇതൊക്കെ പുണ്യകർമ്മമാണ്. പിന്നെ എന്നാണ് മുജാഹിദ് ആഫീസിൽ ജിബ്രീൽ ഇറങ്ങിയിട്ട് ഇതൊക്കെ ശിർക്കാണ്, ബിദ്അത്താണ്, വലാലത്താണ് എന്ന് പറയാൻ തുടങ്ങിയത് എന്നാണ് എന്ന് വിശദീകരിക്കേണ്ട ചുമതല മുജാഹിദുകൾക്കല്ലേ? നമ്മളിത് പഠിക്കേണ്ടതല്ലേ, മനസ്സിലാക്കേണ്ടതല്ലേ? അതുകൊണ്ടാ സഹോദരന്മാരെ നമ്മൾ പറഞ്ഞത്, പൂർവീക മുസ്ലിമീങ്ങൾ എല്ലാവരും ഇമാം ഹാഫിദ് ഇബ്നുൽ ജൗസി, ഇബ്നുൽ ജസരി പോലത്തെ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തി വെച്ചു, ഇമാം ഖസ്സലാനി രേഖപ്പെടുത്തി വെച്ചു, വലാ സാല അഹ്ലുൽ ഇസ്ലാമി യഹ്തഫിലൂന ബിശഹരി മൗലിദിഹി അലൈഹി സ്വലാത്തു വസ്സലാം. മുസ്ലിമീങ്ങൾ എല്ലാവരും ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ്, ജന്മം നടന്ന റബീഉൽ അവ്വൽ മാസത്തെ അവർ ആഘോഷിക്കാറുണ്ടായിരുന്നു. വയഅമലൂനൽ വലായിമ, സദ്യകൾ ഒരുക്കുകയും ചെയ്തിരുന്നു, നല്ല ഭക്ഷണവും പരിപാടി നടത്തിയിരുന്നു. വയതസദ്ദഖൂന ഫീ ലയാലിഹി, അതിന്റെ രാപ്പകലുകളിൽ അവർ സ്വതക്ക ചെയ്യാറുണ്ടായിരുന്നു. ബി അൻവാഇ സ്വതഖാത്ത്, വിവിധ സ്വതക്കകൾ കൊടുക്കാറുണ്ട്. വയുദ്ഹിറൂന സുറൂറ, അവർ സന്തോഷം പ്രകടിപ്പിക്കാറുണ്ട്. വയസീദൂന ഫിൽ മബറാത്ത്, ഗുണകരമായ കാര്യങ്ങൾ അവർ വർദ്ധിത രൂപത്തിൽ ചെയ്യാറുണ്ട്. വയഅ്തനൂന ബിഖിറാഅത്തി മൗലിദിഹിൽ കരീം, ആരംഭ റസൂലുള്ളാഹിയുടെ മൗലിദ് പാരായണം ചെയ്യുന്നതിൽ അവർ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കാറും ചെയ്യാറുണ്ട്. പൂർവീക മുസ്ലിമീങ്ങളുടെ നിലപാടാണത്, ഇമാമുകൾ രേഖപ്പെടുത്തി വെക്കുന്നു. അപ്പൊ നോക്ക് നിങ്ങൾ, എല്ലാവരും ആഘോഷിച്ചവരാണ്. മുജാഹിദുകളുടെ പ്രാചീന നേതാക്കൾ അവരും ഇത് ആഘോഷിച്ചിട്ടുണ്ട്. ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഒന്നിന്റെയും വിലക്ക് ഇതിനില്ല. ഖുർആനിൽ മൗലിദ് ആഘോഷിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല, ഹദീസുകളിൽ പറഞ്ഞിട്ടില്ല, ഇജ്മാഇൽ അങ്ങനെ കാണാൻ കഴിയൂല, 4 ഖലീഫമാര് പറഞ്ഞിട്ടില്ല, മദ്ഹബിന്റെ ഇമാമുകളും പറഞ്ഞിട്ടില്ല. ലോകത്ത് പൂർവികരായ പണ്ഡിത വരേണ്യന്മാരാരും മൗലിദാഘോഷം തെറ്റാണെന്നോ അനിസ്ലാമികമാണെന്നോ ശിർക്കാണെന്നോ ബിദ്അത്താണെന്നോ പറഞ്ഞ ചരിത്രമേ ഇല്ല. അതൊക്കെ മുജാഹിദുകളുടെ ദുർവ്യാഖ്യാനമാണ്, സ്വയം സൃഷ്ടിയാണ് എന്ന തിരിച്ചറിവ് ഇവിടുത്തെ മുജാഹിദുകൾക്ക് എന്തായാലും വേണം. അല്ലാത്ത ശ്രോതാക്കളായ മുഴുവൻ ആളുകൾക്കും ഈ ആശയം അവരുടെ സ്മൃതി പഥത്തിൽ മിന്നി മറയണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറഞ്ഞില്ല എന്നാണ് തോന്നുന്നത്. ചോദ്യം 1, അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മനാടായ സൗദി അറേബ്യയിൽ ഇതുപോലെ നബിദിനം ആഘോഷം ഇപ്പോൾ കൊണ്ടാടുന്നുണ്ടോ? നമ്പർ 2, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹയാത്ത് കാലത്താണ് ഇസ്ലാം പരിപൂർണ മതമായിട്ട്. നമ്പർ 1 പറയാം. അതെന്താ ചോദ്യത്തിൽ ഇപ്പോഴങ്ങൾ പുതിയ ഒരു കൈതാണ് കുട്ടിയത്. ഇപ്പോൾ നടക്കുന്നുണ്ടോ? നേരത്തെ ചോദിച്ചപ്പോ ഇപ്പോൾ ഉണ്ടായില്ല, അപ്പോളായിരുന്നു. അതാ ഞാൻ അപ്പോളത്തെ കഥ പറഞ്ഞത്. ഇപ്പോൾ പെട്ടെന്ന് പറയാം, നടക്കുന്നുണ്ട്, നമ്മളൊക്കെ കൂടാറുണ്ട്, പോയവരൊക്കെ അതിൽ കൂടിയിട്ടുമുണ്ട്. ഇനി രണ്ടാമത് നമ്പർ 2 പറയും, വേഗം വിഷയം തീരുമാനം. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബാക്കളോട് എന്റെ ജന്മദിനം നിങ്ങൾ ആഘോഷിക്കൂ എന്ന് അത് പുണ്യമാണ് എന്ന് പറഞ്ഞ രൂപത്തിലുള്ള ഒരു പ്രസ്താവന റസൂൽ നടത്തിയിട്ടില്ല. ഒരു മറുപടി. അടുത്തത് ഉസ്താദ് പറഞ്ഞു പള്ളി രണ്ടാം നില, പള്ളി ഉണ്ടാക്കുന്നതും ഇസ്ലാമിൽ രണ്ടാം നിലല്ല പറഞ്ഞ പള്ളി ഉണ്ടാക്കുന്നതും പള്ളിയെ സഹായിക്കുന്നതും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. രണ്ടാം നില ഉണ്ടാക്കൽ റസൂൽ പറഞ്ഞിട്ടില്ല. പറഞ്ഞ ഹദീസുണ്ടെങ്കിൽ പറയാം, ഇന്ന് ഞാൻ ഈ പരിപാടി നിർത്തിത്തരാം. പിന്നെന്താ പള്ളി ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ അവിടെ രണ്ടാം നിലല്ല, പള്ളി ഉണ്ടാക്കുന്നത് പള്ളിയുടെ രണ്ടാം നില പറഞ്ഞിട്ടില്ല. അത് കാലത്തിനനുസരിച്ച് വരും. കാലത്തിന് അവിടെ അത് കിട്ടലെന്നെ എന്റെ മുറാദ് അവിടെ വരും. ഇപ്പൊ കുടിച്ചതാ കള്ള് പറഞ്ഞു പണ്ടൊരാള് എന്ന പോലെ ഇപ്പൊ പറഞ്ഞാണ് റെഡി. അത് കിട്ടാൻ തന്നെ ഞാൻ ഇങ്ങനൊക്കെ കിടന്ന് ഇങ്ങനൊക്കെ പറഞ്ഞിരുന്നു. മനസ്സിലായങ്ങള്? പള്ളിയിലെ റസൂല് പറഞ്ഞിട്ടുള്ളൂ. അപ്പോ ഇന്നിപ്പോ നമുക്ക് അത്ര സ്ഥലം പള്ളി എന്ന് പറഞ്ഞു, പള്ളി എന്ന് റസൂൽ പറഞ്ഞു. പള്ളി ഉണ്ടാക്കുന്നത് ഞാൻ പറയാം ബാക്കി ഞാൻ പറഞ്ഞുതരാം. പള്ളി റസൂൽ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. മൻ ബനാലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ ഭൂമി ഒന്നാകെ പള്ളി ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല, സാമ്പത്തികമായിട്ടും പ്രയാസമാണ്. അപ്പോൾ ഉള്ള പള്ളിക്ക് തട്ടുകൾ 1, 2, 3 തട്ടാക്കിയിട്ട് അങ്ങനെ വഖഫ് ചെയ്യുകയാണെങ്കിൽ അത് പള്ളിയുടെ വ്യാപ്തിയിൽ പെടും. റസൂല് പള്ളിനെ പറഞ്ഞോളൂ, തട്ട് എന്ന് പറഞ്ഞിട്ടില്ല. എന്നാലും റസൂല് പറയാത്ത കാര്യമാണ് തട്ടുണ്ടാക്കല്, 2ാമത്തെയും 3ാമത്തെയും തട്ടുണ്ടാക്കല്. അത് നമ്മൾ ചെയ്യാണ്. അതിന് ഞാൻ നിങ്ങളെന്താ പറഞ്ഞത്, അതിപ്പോ ഈ സൗകര്യം ഇന്നത്തെ കാലത്തും അതാണ്. ആയിക്കോട്ടെ, നമ്മൾ എതിർക്കണില്ല. ഇന്നത്തെ സൗകര്യം ഇന്നത്തെ കാലത്തും അനുസരിച്ച് ഇങ്ങനെ ചെയ്യുന്നു എന്നാണ്. അല്ലാതെ റസൂൽ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ചെയ്യല്ല. റസൂൽ പറയാത്ത കാര്യം ചെയ്യാണ്. നമ്മളും പറഞ്ഞത് അതന്നെ. എന്താ, ഫല്യഫ്റഹൂ, ഖുർആൻ പറയാണ്, നിങ്ങൾ റസൂലുള്ളാഹിനെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുകയും. ഞാൻ പറഞ്ഞു തീരട്ടെ. ഖുർആൻ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ പറയാണ്, ഫല്യഫ്റഹൂ, റസൂലുള്ളാഹിനെ കൊണ്ട് നിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കുകയും എന്ന് പറഞ്ഞു. സന്തോഷ പ്രകടനം പല കാലത്തും പല രൂപത്തിലാണ്. റസൂലുള്ള ആട്ടിനെ അറുത്തു, നേരത്തെ പറഞ്ഞു, ആട്ടിനെ അറുത്ത് ദാനം ചെയ്തത് എന്തിനാ? ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് പറഞ്ഞു, വതശ്രീഉൻ ലിഉമ്മത്തിഹി, ശരിക്ക് പഠിക്കണം. വതശ്രീഉൻ ലിഉമ്മത്തിഹി ഫയുജ്അലു അലാ അന്ന ദാലിക, ആ കാര്യം ഇൽഹാറുൽ ലിശുക്രി അലാ ഈജാദില്ലാഹി ഇയ്യാഹു റഹ്മത്തൻ ലിൽ ആലമീൻ. അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു ഭൂജാതനാക്കിയതിൽ, ലോകത്തിന് അനുഗ്രഹമായി ഭൂജാതനാക്കിയതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കുകയാണ്, നന്ദി പ്രകടിപ്പിക്കുകയാണ് റസൂല് ചെയ്തത്. നോക്കുങ്ങൾ, റസൂലുള്ള അന്ന് ചെയ്ത നന്ദി പ്രകടനം അങ്ങനെ കഴിഞ്ഞില്ല. തന്റെ ഉമ്മത്തിലേക്ക് ശരീഅത്തിന്റെ നിയമമാക്കി കാണിച്ചു കൊടുക്കാനും വേണ്ടിയാകുന്നു. ശരീഅത്ത് നിയമം തന്നെയാണ് കുട്ടികളെ എങ്ങനെ ആഘോഷിക്കല്. ഇത് മോശമുള്ള കാര്യമൊന്നല്ല. അതിന് അർത്ഥം കൊടുത്തിട്ട് ഭക്ഷണം കൊടുത്തിട്ട് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം എന്നതിന് വേണ്ടിയാണ് റസൂൽ തന്നെ ചെയ്തത്. അതും പറഞ്ഞു. അപ്പൊ നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ ചെയ്തു, ഖുർആൻ ചെയ്യാൻ കൽപ്പിച്ചു. പിന്നെന്താ, പള്ളിക്ക് 2 തട്ട് റസൂലിന്റെ കാലത്ത് ഇല്ലാത്ത കാര്യമാണ്. അത് നമ്മൾ ഇന്നത്തെ സൗകര്യം, ഇന്നത്തെ അനുവദനീയമായ കാര്യത്തിൽ നമ്മൾ ചെയ്തതുപോലെ ഇന്നത്തെ ആ ആഘോഷ പ്രകടനത്തിന്റെ ഭാഗമാണ്. ഇന്നത്തെ കാലത്തിനനുസരിച്ച് ബാനർ പിടിക്കും, കൊടി പിടിക്കും. അപ്പൊ എന്നാ ബാനർ റസൂലിന്റെ കാലത്ത് ഉണ്ടായിരുന്നു? ആ റസൂലിന്റെ കാലത്തുള്ള ബാനറിന്റെ കളർ എന്തായിരുന്നു? ആ ബാനറിന്റെ എഴുതിയത് എന്തായിരുന്നു? എന്താ ചോദ്യം? ആ കൊടി എന്തായിരുന്നു? ഏതായിരുന്നു അതിന്റെ കളർ? പല പുതിയ അർഷമ മുട്ടുന്ന ചോദ്യമാണ്. ഓലൊക്കെ ഒരു വിചാരത്തില് ഇതിന്റെ ഉള്ളിലൊക്കെ എത്രയാ കിബിറിന്റെ ആ അർഷോളം നീണ്ടു കിടക്കുന്ന കിബിറിന്റെ അഹങ്കാരത്തിന്റെ ആൾരൂപമാണ് മുജാഹിദുകൾ എന്ന് പറയുന്നത്. അത്ര പോയത്തക്കാരുമാണ്. അതാണ് ഇത്. ഒരു കഥയുണ്ടാവില്ല. വലിയ ചോദ്യം. നമ്മൾ മങ്കൂസ് ഓതി സുബ്ഹാനല്ലദീ അസ്റാ ഫീ ശഹ്രി റബീഉൽ തുടങ്ങി അപ്പൊ വരും ചോദ്യം കൊണ്ട് ബുഖാരി അല്ല റസൂൽ ഓതിയ മൗലിദിന്റെ പേരെന്താ? മങ്കൂസോ ശറഫലാനാമോ എന്ന് വെച്ചിങ്ങനെ. അത് പൊട്ടത്തരാണ്. റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ മങ്കൂസ് മൗലിദ് ഓതിക്കൊള്ളണമെന്നില്ല. ശറഫലാന മൗലിദ് തന്നെ. നമ്മുടെ വിഷയം അതെന്താ? റസൂലുള്ളാഹിന്റെ പേരിൽ സന്തോഷ പ്രകടനം, മദ്ഹ് പറയുക, കീർത്തനം നടത്തുക, അതൊക്കെയാണ്. അത് റസൂലുള്ളാഹിന്റെ കാലത്ത് സ്വഹാബത്ത് അവർക്ക് പറ്റിയ രൂപത്തിൽ ചെയ്തു. നമ്മൾ പള്ളിക്ക് 2 തട്ടാക്കിയമായി തന്നെ നമ്മൾക്ക് പറ്റിയ രൂപത്തിൽ, അനുവദനീയമായ രൂപത്തിൽ ഘോഷയാത്രയാണ്. അതിൽ കുബ്ബ വരച്ചിട്ടാണ്, അല്ലെങ്കിൽ വരക്കാതെയാണ്. മർഹബം ബി ഹബീബിന എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടാണ്. മർഹബം ആഹുലം ബസഹിലാദ്, അങ്ങനെ പല രൂപത്തിൽ. ഇതൊന്നും തെറ്റല്ല. ഏതുപോലെ പള്ളിക്ക് 2 തട്ട് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇതിനാ ഞാൻ അത് പറഞ്ഞത്. പള്ളിയുടെ 2 തട്ട് റസൂല് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. പള്ളി ഉണ്ടാക്കുക എന്ന് പറഞ്ഞതിൽ 2 തട്ടും തൊടുന്നു നൈകാരം മുജാഹിദിന് പറയാനുള്ളത്. നമ്മളും പറഞ്ഞത് അതന്നെയാണ്, അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹിനെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുകയെന്ന് ഖുർആൻ പറയുന്നു. ആ സന്തോഷം പ്രകടിപ്പിക്കുക എന്നതിന്റെ ഭാഗമാണ് ഏത്? നമ്മൾ അല്ല പോത്തിനെ അറുത്തിട്ട് അല്ലെങ്കിൽ ആട്ടിനെ അറുത്തിട്ട് ഭക്ഷണം ഉണ്ടാക്കുക, അത് സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമാണ്. അതിന്റെ ഭാഗമാണ് ഘോഷയാത്ര നടത്തുക, അത് സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമാണ് ഒരു നാട്ടുകാർക്ക് ഒരു ഘോഷയാത്ര അല്ല പോത്തിനിറക്കാൻ പൈസ ഇല്ല, ഓലൊക്കെ ആയിരിക്കും. അതൊന്നും ഒരു തന്നെ കുറച്ച് ചെറുപ്പക്കാരുണ്ട്. ഓര് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, നല്ലൊരു 12 ഒരു മൈക്ക് വെച്ച് കുറച്ച് റസൂലുള്ളാഹിന്റെ കീർത്തനങ്ങൾ ചെയ്യാം. അങ്ങനെ ഓരോ പ്രകീർത്തനങ്ങൾ നടത്തി. അതും ഇതിന്റെ ഭാഗം തന്നെയാണ്. വേറെ കുറെ ആൾക്കാർ, കുറെ പ്രവർത്തകരുണ്ട്, പൈസയും വേണമെന്ന് ഓലേക്കില്ല, പാട്ടും പേറ്റും അവർക്ക് അറിയില്ല. നമുക്കൊരു ഘോഷയാത്ര നടത്തുകയായിരുന്നു. അപ്പോൾ ഒരു ബാനറും പിടിച്ച് ഘോഷയാത്ര നടത്തി. അതും ഇതിന്റെ ഭാഗം തന്നെയാണ്. ഇതുപോലെ റസൂല് ചെയ്തോളണം എന്നില്ല. ഏതുപോലെ നമ്മളെ പള്ളിക്ക് 2 തട്ടുള്ളതുപോലെ റസൂലിന്റെ കാലത്ത് ഇല്ലാത്തതുപോലെ തന്നെ ഇതും അങ്ങനെ തന്നെയാണ്. അതപ്പൊ ഞാനും പറഞ്ഞത്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞതും ഞാൻ പറഞ്ഞതും ഒക്കെ ഒന്ന് തന്നെയാണ് എന്നപ്പ ആകെ പറഞ്ഞത്. ചോദ്യങ്ങൾക്ക് മറുപടി ആയിട്ടില്ല. അത് അസുഖമാണ്. നമുക്ക് വേറെ ചികിത്സ നടത്താം. അടുത്ത പറയും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതുപോലെ മൗലിദ് ഓതിയിട്ടില്ല. ചോദിക്കട്ടെ, ഇതുപോലെ മൗലിദ് ഓതിയിട്ടില്ല, ഉറപ്പാണ്. നമ്മൾ ഇന്ന് ചെയ്യണ മാതിരിയുള്ള മൗലിദ് ആഘോഷം
ഈ മൗലിദാഘോഷം അവര് ഇതുപോലെ വേണ്ട. ഇത് അവിടുന്ന് വിടാം. സഹാബത്തോരും നമ്മൾ ഈ ചെയ്ത മാതിരി ചെയ്തിട്ടില്ല. ഏതുപോലെ റസൂലിന്റെ കാലത്ത് നമ്മൾ ഈ 2 ചട്ടക്കുള്ള മുസാഫ് റസൂലിന്റെ കാലത്ത് ഇല്ലല്ലോ. 2 ചട്ടന്റെ ഉള്ളിൽ നമ്മൾ ഇന്ന് കാണുന്ന മുസാഫ് മൗലിദാഘോഷം കിടക്കുക. നമ്മളെ മുസ്ലിങ്ങളെ ഒന്നാമത്തെ പ്രമാണം ഖുർആനാ. ആ ഖുർആനിന്റെ മുസാഫ് ഇന്ന് റസൂലിന്റെ കാലത്ത് 2 ചട്ടന്റെ ഉള്ളിലുണ്ടോ? ഇല്ല. റസൂലുള്ളാഹി ചെയ്യാത്ത കാര്യം എന്താ ഈ പറഞ്ഞത്? ഒന്നും പറയണ്ട. റസൂൽ ചെയ്യാത്ത കാര്യം തന്നെ 2 ചട്ടന്റെ ഉള്ളിലായിട്ട് മുസാഫ് ക്രോഡീകരിച്ച് സിദ്ദീഖുൽ അക്ബർ പ്രവർത്തിച്ചു, നടപ്പിലാക്കി. അത് ശിർക്കായോ വിദ്യാർത്ഥായോ അനാചാരം ആവൂലേ? അതാ ദീൻ അറിയാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ. റസൂൽ സിദ്ദീഖുൽ അക്ബർ ചെയ്യാത്ത കാര്യം അത് ഉമറുൽ ഫാറൂഖ് ചെയ്യാണ്. ഉമറുൽ ഫാറൂഖ് ചെയ്യാത്ത കാര്യം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ചെയ്യാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ചെയ്യാത്ത കാര്യം അലി ഇബ്നു അബി ത്വാലിബ് ചെയ്യാണ്. അലി ഇബ്നു അബി ത്വാലിബ് 4 ഖലീഫമാർ ചെയ്യാത്ത കാര്യം അത് ശേഷമുള്ള ഇമാമിങ്ങൾ ചെയ്യാണ്. 100 എണ്ണം പറയല്ലേ നമുക്ക്? നിങ്ങൾക്ക് ഇപ്പോൾ ആദ്യമാണ് ആകെ മുജാഹിദ് കേന്ദ്രീകരണം എന്താ? ലോകത്തെല്ലോ മില്ലോരും റസൂലുള്ളാഹി ചെയ്തിട്ടുണ്ട്, സ്വഹാബത്ത് പഠിച്ചിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. ആകെ ചെയ്യാത്ത ഒരു കാര്യം ഏത് മാത്രമേ ഉള്ളൂ? ഈ ഘോഷയാത്ര മൗലിദാഘോഷം മാത്രമേ ഉള്ളൂ. അല്ലാത്തതൊക്കെ റസൂൽ ചെയ്തതാണ്. പൊട്ടത്തരാണ്, മണ്ടത്തരാണ്. അത് തിരുത്തേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. അതാ ഞങ്ങൾ പറഞ്ഞത്. ഇതൊന്ന് കുറച്ച് ജനങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ തന്നെയാണ് ഞങ്ങൾ എല്ലായിടത്തും ഈ പരിപാടി വെക്കുന്നത്. ഒരു മഹാപൊട്ടത്തരത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് മുജാഹിദ് വിഭാഗം. എന്താണ്? എല്ലാ സംഗതി റസൂലുള്ളാഹി ചെയ്തു കൊടുത്തിട്ട് എല്ലോ പഠിപ്പിച്ചെടുത്തു, സാഹബത്തിനും എല്ലാവരും സാഹബത്തെല്ലാം ചെയ്തു, എല്ലാ സംഗതികളും ചെയ്തു. ആകെ റസൂൽ പഠിപ്പിക്കാത്ത ഒരു കാര്യം ഏതാ? ഈ മൗലിദാഘോഷം മാത്രം പഠിപ്പിച്ചു കൊടുത്തില്ല. മണ്ടന്മാരെന്ന് വിളിച്ചാൽ എന്തേത് ഉളിയേക്കും മുജാഹിദുകൾ. കാരണം അത്ര പോയത്തക്കാരാണ്. എന്തൊരു കഷ്ട. അങ്ങനെയല്ല. അതാ ഞാൻ പറയുന്നത്. അത് എന്താണ്? ഇസ്ലാമിലെ അടിസ്ഥാന തത്വം അറിയാത്ത കാര്യം. ഇതൊക്കെ പറയുമ്പോ സിദ്ദീഖുൽ അക്ബർ ചെയ്യാത്ത നമുക്ക് ചെയ്യാം, സഹാബത്ത് ചെയ്യാതെ നമുക്ക് ചെയ്യാന്ന് അറിയാം. അപ്പം മുജാഹിദിന്റെ വലിയ ഞാൻ നേരത്തെ പറഞ്ഞ അറസും കുർസിയും കൂടി തട്ടിനൊരു ചോദ്യം വരും. അതെന്താ? അപ്പൊ ഒരു കാര്യം മനസ്സിലായി. എന്തേ? പുണ്യകർമ്മങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം. അപ്പൊ നമുക്ക് ളുഹ്ർ നിസ്കാരം 5 റക്അത്താക്കി കൂടെ എന്ന് അപ്പൊ ഒരു ചോദ്യം. ഞാൻ നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ ചോദ്യം പഠിപ്പിച്ചേരാ. മുജാഹിദിന്റെ ആകെ ഈ 2-3 ചോദ്യം ആകണ്ടത്. ആ ചോദ്യത്തിന് നെഞ്ച് വിടർത്തിയിട്ട് ഞങ്ങൾ മറുപടി പറഞ്ഞത്. നിങ്ങളിപ്പോ അതിന് നമുക്ക് അതിൽ ഈമാൻ കൂടില്ല. പിന്നെ നിങ്ങളല്ലാത്തപ്പുറം ഈ രണ്ടത്താണിയുള്ള മുജാഹിദിനെ കണ്ടിട്ടപ്പോ ഞാൻ ഈ മറുപടി പറഞ്ഞു. നിങ്ങളെ കണ്ടിട്ടില്ല. നിങ്ങളിന്റെ മേക്കത്തെ ആരണ്ട. അപ്പൊ ഞാൻ പറഞ്ഞതെന്താ? മുജാഹിദിന്റെ വല്ലാത്ത ചോദ്യം. അപ്പൊ എന്തായി? അപ്പൊ പുണ്യകർമ്മം നമുക്ക് 5 വക്ത് നിസ്കാരം 6 വക്താക്കിക്കൂടെ? ളുഹ്ർ 5 റക്അത്തായിക്കൂടെ? സുബ്ഹി 3 വക്തായിക്കൂടെ? ഭയങ്കരല്ലേ? അപ്പൊ നമുക്ക് ചോദ്യമായി ചെയ്യാൻ പറ്റുമോ? ദീൻ അറിയാത്തത് കൊണ്ടാണ്. ഇസ്ലാമിലെ പുണ്യകർമ്മങ്ങൾ 2 ഇനമാണ്. നിങ്ങൾ പഠിക്കണം. 2 ഇനം. ഏതാ? ഒരു ഇനം അല്ലാഹുവും റസൂലും അത് കൃത്യവും വ്യക്തവുമായി ആ പുണ്യകർമ്മത്തിന്റെ രൂപഭാവങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. മനസ്സിലായില്ല? അതായത് അതിങ്ങനെ ചെയ്യാവൂ, അല്ലാത്ത രൂപത്തിൽ ചെയ്യാൻ പാടില്ലാന്ന് അള്ളാഹുവോ റസൂലോ പഠിപ്പിച്ചതാണ്. ഉദാഹരണം പറയാ, 5 വക്ത് നിസ്കാരം അത് 6 വക്തില്ല. ഫർദ് നിസ്കാരം 5 വക്ത് തന്നെ ഉള്ളൂ. ളുഹ്ർ അത് 4 റക്അത്തേ ഉള്ളൂ. അത് നമ്മളെ വക പുണ്യകർമ്മല്ലേ എന്ന് കരുതി 5 വക്താക്കാൻ പറ്റൂല, 5 റക്അത്താക്കാൻ പറ്റൂല. സുബ്ഹി നിസ്കാരം അത് നമ്മൾ ഉറക്കത്തിന് നല്ല കൂർക്കം വലിച്ചുറങ്ങുമ്പോഴാണ് ബാങ്ക് കേട്ടത്. നമ്മൾ എഴുന്നേറ്റ് പോവാണ്. അപ്പൊ ഏതായാലും ഉറക്കം പോയി. ഇന്നപ്പോ സുബ്ഹി നിസ്കാരം 2 റക്അത്ത് 1 റക്അത്ത് കൂടി 3 റക്അത്ത് ആയിക്കോട്ടെ, വെക്കാൻ പറ്റൂല. എന്തേ? ആ നിസ്കാരത്തിന്റെ രൂപഭാവ ശൈലികൾ ചൊല്ലി പറയേണ്ടത്, അതിൽ ഉൾപ്പെടേണ്ടത് അതൊക്കെ വ്യക്തവും കൃത്യവുമായി അള്ളാഹുവും റസൂലും പഠിപ്പിച്ചു തന്നതാ. ഇനി അതിലൊരു മാറ്റം പറ്റൂല. അതാണ് ഒരു ഇനം. ആ ഇനത്തിൽ നമുക്ക് മാറ്റാൻ പറ്റൂല. അത് നമ്മളെ മാറ്റിവെച്ചു പറഞ്ഞാൽ നമ്മളെ ചർച്ചയിൽ നിന്ന് മാറ്റാം. 2ാമത്തെ ഇനമുണ്ട്. അതെന്താ? ആ ഇനത്തിന്റെ പ്രത്യേകത എന്താ? അത് ചെയ്യാൻ അള്ളാഹുവും റസൂലും പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ രൂപഭാവ ശൈലികൾ ഖുർആനോ സുന്നത്തോ റസൂലോ പഠിപ്പിച്ചിട്ടില്ല. അതാണ് ഒരു ഉദാഹരണം പറയാം. എല്ലാവർക്കും തീരേണ്ട ഉദാഹരണം, നമുക്ക് തീരേണ്ട ഉദാഹരണം തന്നെ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് ഉദ്കുറുല്ലാഹ കസീറൻ അല്ലേ, വദാകിരീനല്ലാഹ കസീറൻ വദാകിറാത്ത്, ഇങ്ങനെയൊക്കെ ദിക്ർ നല്ലോണം ചൊല്ലിക്കോളി എന്ന് പഠിപ്പിക്കുന്ന വചനങ്ങൾ ഖുർആനിലും ഹദീസിലൊക്കെ കാണാം. അതുപോലെ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, റസൂലിന്റെ മേൽ നിങ്ങൾ സ്വലാത്ത് ഇഷ്ടം പോലെ ചൊല്ലിക്കോളി. അങ്ങനെയും കാണാം. എത്ര എണ്ണം, എപ്പോ, എങ്ങനെ, ഏത് രൂപത്തിൽ, ഏത് സമയത്തിൽ ഖുർആൻ പറഞ്ഞിട്ടില്ല, ഹദീസും പറഞ്ഞിട്ടില്ല. നോക്കണം.
അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, രണ്ടത്താണിയിലെ പുതിയ നമ്മുടെ ടൗൺ പള്ളിയിൽ നമ്മളൊരു സലാത്ത് മജ്‌ലിസ് സംഘടിപ്പിക്കാം. ഒരു വെള്ളിയാഴ്ച രാവിലെ എല്ലാവരും കൂടി സലാത്ത് മഗ്‌രിബിന്റെ ശേഷം ഒരു 100 സലാത്ത് റസൂലുള്ളാഹിന്റെ പേരിൽ ചൊല്ലി അതിന് നമുക്ക് ദ്വാരക്കാം. നല്ല കാര്യമല്ലേ, ഖുർആൻ പറഞ്ഞതല്ലേ എന്ന് കരുതി 100 സലാത്ത് 101 സലാത്ത് ചൊല്ലി ദ്വാരക്കുകയാണ്. അപ്പോൾ മുജാഹിദ് ബുഖാരിന്റെ മൗലവേദിയ പരിഭാഷയും കൂടി വന്നു. അല്ല, ഇത് റസൂലുള്ളാഹിന്റെ ഹദീസ് ബുഖാരിയാണ്, ഇതിൽ ഏത് ഹദീസിലാ, എത്ര നമ്പർ ഹദീസിലാ വെള്ളിയാഴ്ച രാവ് മഗ്‌രിബിന്റെ ശേഷം 101 ഹദീസ് 101 സലാത്ത് ചെല്ലാൻ പറ്റുന്ന ഏത് ഹദീസിലുള്ളത് എന്ന് ചോദിക്കാൻ വരണ്ട. അതങ്ങനെ വേണമെന്നില്ല. ഇത്ര നേരത്ത് ഇന്ന നേരത്ത് ഇന്ന സ്ഥലത്ത് ഇങ്ങനെയേ ചെയ്യാൻ പറ്റൂ എന്ന് റസൂല് പഠിപ്പിച്ചിട്ടില്ല. ദിക്റ് ചൊല്ലിക്കോളി, സ്വലാത്ത് ചൊല്ലിക്കോളീന്നേ പറഞ്ഞോളൂ. അപ്പൊ നമുക്ക് പരിപാടിയുടെ മുമ്പ് കുറച്ച് ചെല്ല, പരിപാടി കഴിഞ്ഞിട്ട് ചെല്ല, വെള്ളിയാഴ്ച രാവിലെ ചെല്ല, പള്ളിയിൽ വെച്ച് ചെല്ല, മഗ്‌രിബിന്റെ ശേഷം ചെല്ല. ഇതൊക്കെ പാടെ നമ്മൾ ഇവിടെ സ്ഥലത്തല്ലേ ഉഷാറായപ്പോ എല്ലാവരും വന്ന് പങ്കെടുത്തു, ദ്വാരന്ന് പിരിഞ്ഞു പോകുന്നുണ്ടപ്പോ സ്വാഗതമാണ് മഹല്യർക്ക് ഒരു താല്പര്യം. അതെന്തേ, നമ്മളെ നാട്ടിൽ നിന്നപ്പോ ഒരു സലാത്താണ് തുടങ്ങി, നമുക്ക് നല്ല കാര്യം. ഓലിപ്പോ വെള്ളിയാഴ്ച രാവേ, നമുക്ക് തിങ്കളാഴ്ച രാവായിക്കോട്ടെ എന്ന് കരുതി ഞായറാഴ്ച രാത്രി ഓലൊക്കെ പാടെ ഒരുമിച്ച് കൂടി. നമുക്ക് സൗകര്യം മഗ്‌രിബിന്റെ ശേഷമല്ല, ഇശാന്റെ ശേഷം നമുക്ക് ചെല്ലാം. ഇത് പിന്നെ രണ്ടത്താണി കുറച്ചൊക്കെ അങ്ങാടി ആയതുകൊണ്ട് അത്ര കഴിയും. നമുക്ക് അത്ര തന്നെ അങ്ങാടിയും ടൗണൊന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 313 സലാത്ത് ആയിക്കോട്ടെ എന്ന് എഴുതി. ഓലൊക്കെ പാടെ 313 സലാത്ത് എല്ലാം തുടങ്ങി. അപ്പൊ മുജാഹിദ് നല്ല ഖുർആൻ എടുത്ത് ഖുർആനിലെ ഏതായത്തിലാണ് സ്വാഗതമാണ് പള്ളിയിൽ ഇശാഇന്റെ ശേഷം 313 സലാത്ത് എല്ലാം പറ്റുന്നുള്ളതിന് എത്ര നമ്പർ ഹദീസാണ് എന്ന് ചോദിച്ച് നടക്കണ്ട. അങ്ങനെ ഒരു ഹദീസ് ഉണ്ടാവില്ല, അത് പറയേണ്ട കാര്യവുമില്ല. എന്തേ, അള്ളാഹുവിന്റെ ഖുർആൻ ഹബീബായ റസൂൽ അവരൊക്കെ പഠിപ്പിച്ചത് എന്താണ്? സ്വലാത്താണ് ചൊല്ലിക്കോളീത, ദിക്ർ അങ്ങോട്ട് ചൊല്ലിക്കോളി, ഇത്ര എണ്ണം ഇത്ര രൂപം ഇങ്ങനെ എന്നൊരു നിബന്ധനയേ അതിൽ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അതാണ് പുണ്യകർമ്മം. ഈ രണ്ടാമത്തെ ഇനം പുണ്യകർമ്മം. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയാൻ പറ്റും. അതാണ് നേരത്തെ പറഞ്ഞ പള്ളി ഉണ്ടാക്കിക്കോളീൻ, ഏത് രൂപത്തിൽ കോലത്തിൽ പള്ളി ആയാ മതി. അപ്പൊ നമ്മൾ 2 തട്ടുണ്ടാക്കും, 3 തട്ടുണ്ടാക്കും. ഈ രൂപഭാവം റസൂലിന്റെ കാലത്ത് ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുപോലെ ഇസ്ലാം ഇൽമിനെ നിങ്ങൾ പ്രചരിപ്പിച്ചോളി. അപ്പൊ നമ്മൾ ആ ഇൽമ പ്രചരിപ്പിക്കാന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ മാസിക പ്രസിദ്ധീകരിക്കും, റിസാല വാരിക പ്രസിദ്ധീകരിക്കും, സുന്നി വോയിസ് ദൈവാരിക പ്രസിദ്ധീകരിക്കും. ഇതൊക്കെ നമ്മൾ ചെയ്യും. സുന്നത്ത് മാസിക പ്രസിദ്ധീകരിക്കും. കണ്ടോ, ആ പറഞ്ഞതിന്റെ വ്യാപ്തിയിൽ ഇതും പെട്ടു. ഇത് ഒരുപാട് കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഇവിടെ ഈ മൗലിദാഘോഷത്തിന് മാത്രമല്ലതേ. അതുപോലെ തന്നെയാണ് ഇവിടെയും പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് നിങ്ങൾ സന്തോഷം പ്രകടിപ്പിച്ചോളൂ. ഈ ആയത്തിന് തഫ്സീറിൽ ഓരോറ്റ മുഫസ്സിറും പറഞ്ഞിട്ടില്ല. പിന്നെ സംഗതി ഖുർആനിൽ സന്തോഷം പ്രകടിപ്പിച്ചോളൂ എന്നൊക്കെ ഉണ്ട്. പക്ഷെ റബീഉൽ 12 പറ്റൂലട്ടോ എന്ന് പറഞ്ഞ ഒരായത്തിൽ കാണിച്ചു തരാൻ പറ്റുമോ? ഒരു തഫ്സീർ കാണിക്കാൻ പറ്റുമോ? ഇല്ല. ഖുർആനിന്റെ തഫ്സീറിൽ ഏതെങ്കിലും ഒരു ഹദീസിൽ റസൂൽ പറഞ്ഞിട്ടുണ്ടോ ഫൽയഫ്റഹു എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ചോളിനാണ്? അത് റബീഉൽ അവ്വൽ മാസം പെടൂലേ, ബാക്കിയുള്ള 11 മാസേ പെടുള്ളൂ എന്ന് റസൂൽ പഠിപ്പിച്ച ഹദീസുണ്ടോ? ഏതെങ്കിലും ഇമാമികൾ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. പോക്കറ്റിൽ നിൽക്കാണ് മുജാഹിദ്. ഇതാണ് നമ്മുടെ വിഷയം. അപ്പൊ ആ പുണ്യകർമ്മങ്ങളുടെ രൂപഭാവങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് അനുവദനീയമായ രൂപങ്ങളൊക്കെ ചെയ്യാം. അതാണ് ഇമാമിങ്ങൾ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞു. ഞാൻ വിശദീകരിക്കുന്നില്ല. മഹാനവറുകൾ പറഞ്ഞു എന്ത്, അത് ഇസ്ലാം ശർഅൻ നിലക്ക് അനുവദനീയമായ രൂപത്തിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഘോഷിക്കാം, അതിനാവശ്യമായതൊക്കെ ചെയ്യാം. കണ്ടോളികൾ, ഇതാ ഇബ്നു ബഹുമാനപ്പെട്ട ഹാഫിദ് അസ്ഖലാനി രേഖപ്പെടുത്തി വെക്കുന്നു. എല്ലാ ഇമാമികളും പറഞ്ഞിട്ടുണ്ട്. ഇമാം അതുപോലെ തന്നെ ഇബ്നുൽ ഹാജ് തന്റെ അൽ മദ്ഖലിൽ ഇത് രേഖപ്പെടുത്തി വെക്കുന്നു. കിതാബൊക്കെ അവരുണ്ട്, സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോ ഇസ്ലാമിലെ രണ്ടാമത്തെ പുണ്യകർമ്മങ്ങൾ അതിന്റെ രൂപഭാവങ്ങൾ, കൃത്യവും വ്യക്തവുമായ ശൈലികൾ അല്ലാഹുവോ റസൂലോ പഠിപ്പിച്ചിട്ടില്ല. അത് അനുവദനീയമായ രൂപത്തിൽ നമുക്ക് ചെയ്യാം. അങ്ങനെയുള്ള പുണ്യകർമ്മങ്ങളിൽ പെട്ടതാണിത്. സന്തോഷം പ്രകടിപ്പിക്കുക എന്നതാണ്. അന്നത്തെ സന്തോഷ പ്രകടനമല്ല, ഇന്നത്തെ രൂപഭാവങ്ങൾ. ഭാവങ്ങളും കാലങ്ങൾക്കനുസരിച്ച് മാറും. പക്ഷെ അത് ഇസ്ലാം അനുവദിച്ച രൂപത്തിലായിരിക്കണം. പണ്ട് കാലത്തില്ലാത്ത രൂപഭാവങ്ങൾ ഇപ്പൊ വരും. ഇനിയില്ലാത്ത ഇപ്പോഴില്ലാത്ത രൂപങ്ങൾ ഇനിയും വരും. അന്ന് പഴയ കാലത്ത് നമ്മളൊക്കെ കുട്ടിയായിരുന്ന കാലത്ത് ഈ മാലബൾബ് തൂക്കുക എന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. അത് ഇപ്പൊ ഇന്ന് തൂക്കാൻ തുടങ്ങി. നോക്കിങ്ങൾ മാലബൾബ് തൂക്കാൻ തുടങ്ങി. സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ പള്ളികൾ, ആഘോഷ വേളകളൊക്കെ മാലബൾബ്, എന്തെല്ലാം ആഘോഷങ്ങളാണ്. അപ്പോ കഴിഞ്ഞ നാളൊരു മുഖാമുഖത്ത്, ഞാൻ എറണാകുളത്ത് മുഖാമുഖം നടത്തിയപ്പോ അവിടുന്ന് ഒരു ചോദ്യം, ഇപ്പൊ സ്ഥാപനങ്ങളിലൊക്കെ ഇങ്ങനെ ഇന്നലെ പെരിന്തൽമണ്ണയിൽ മാലബൾബ് ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. അപ്പൊ അതിന് വല്ല ഇസ്ലാമിലുള്ള തെളിവുണ്ടോ? തെളിവില്ലാതെ നമ്മൾ ചെയ്യോ? ഇമാമുകൾ പണ്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്.
നൂറ്റാണ്ട് മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം. ഇമാം മുഹമ്മദ് അബു അബ്ദുല്ലാഹി മുഹമ്മദ് ഇബ്നു ഖാസിം അർ-റസാൽ മഹാനവർ എഴുതിയ ഗ്രന്ഥമാണ് തന്റെ തദ്കിറത്തുൽ മുഹിബ്ബീൻ ഫീ അസ്മാഇ സയ്യിദുൽ മുർസലീൻ. ഈ കിതാബിൽ പറയുന്നു, നിങ്ങൾ ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു അബ്ബാദ് റഹിമഹുല്ലാഹ് മഹാനവറുകളോട് ചോദിച്ചതായി ഇതിന്റെ രചയിതാവ് രേഖപ്പെടുത്തുകയാണ്. എന്താ ഫത്വ? ലമ്മാ സുഇല അമ്മാ യഖഉ ഫീ ഹാദൽ യൗമി മിൻ വഖൂഇ ശംഇ വഗൈരി ദാലിക ലിഅജ്ലിൽ ഫർഇ. സന്തോഷത്തിന് വേണ്ടി ഈ റസൂലുള്ളാഹി തങ്ങളുടെ ജന്മദിനത്തിന്റെ അന്ന് മെഴുകുതിരി കത്തിക്കലും വെളിച്ചം വിതരലും കത്തി ഇങ്ങനെ ലൈറ്റ് പ്രകാശിപ്പിക്കുന്ന പരിപാടിയുണ്ട്. അന്ന് മാല ബൾബില്ലാന്നുള്ളൂ, മറ്റ് ബൾബുകളും മറ്റ് വെളിച്ചങ്ങളുമാണ്, മെഴുകുതിരിയും അതുപോലത്തെ പാരീസുകളൊക്കെയാണ് ഉള്ളത്. അത് പറ്റുമോ എന്നാ ചോദ്യം. ഫാജാബ, അദ്ദേഹം മറുപടി പറഞ്ഞു, അല്ലദീ യദ്ഹറു, കണ്ടോ, പ്രകടമാകുന്നത് തന്നെ, പ്രകടമാകുന്ന യാഥാർത്ഥ്യം തന്നെ, അന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസം ഈദും മിൻ അയാദിൽ മുസ്ലിമീൻ വമൗസിമും മിൻ മവാസിമിഹിം, മുസ്ലിമീങ്ങളുടെ ആഘോഷ സുദിനങ്ങളിൽപ്പെട്ട ഒരു സുദിനമാണ്, മുസ്ലിമീങ്ങളുടെ ഈദാകുന്നു. ഇത് നമ്മൾ സമസ്തന്റെ നേതാക്കൾ എഴുതിയതല്ല, കണ്ണിയത്ത് ഉസ്താദ് എഴുതിയതല്ല, താജുൽ ഉലമ ഉള്ളാഹ് തങ്ങൾ പാപ്പ എഴുതി വെച്ചതല്ല, ശൈഖുന സുൽത്താനുൽ ഉലമ എഴുതിയതല്ല. ഇത് എഴുതിയത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായ പണ്ഡിത വരേണ്യന്മാർ. അന്ന് KNM ഇവിടെ രൂപീകരിക്കപ്പെട്ടിട്ടില്ല, അന്ന് ഇവിടെ സമസ്ത സംഘടിപ്പിക്കപ്പെട്ടിട്ടില്ല. ആ കാലഘട്ടത്തിൽ എഴുതിയതാ. എന്നിട്ട് മഹാൻ പറഞ്ഞു, വകുല്ലു മാ യഖ്തവിഹിൽ ഫറഹു വസ്സുറൂറു ബിദാലികൽ മൗലിദിൽ മുബാറക്. വളരെ ബറക്കത്തുള്ള അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിവസത്തിൽ സന്തോഷവും ആഹ്ലാദവും പ്രകടിപ്പിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതൊക്കെ അംറുൻ മുബാഹുൻ, അത് അനുവദനീയമാണ്, ലാ യുൻകറു, എതിർക്കപ്പെടേണ്ടതല്ല എന്ന് മഹാനവറുകൾ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. എന്നിട്ട് അദ്ദേഹം വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു, കണ്ടോ, എന്താ വയംബഗീലക, നിനക്ക് അനുപേക്ഷണീയമാണ്, അനിവാര്യമാണ്, അൻ തുസയ്യിനൽ ഔലാദ ഫീ ദാലികൽ യൗമി. റബീഉൽ അവ്വൽ 12 കുട്ടികൾക്ക് പുതിയ ഡ്രസ്സ് ഉണ്ടാക്കുന്നതിന് തെളിവാണ് പറഞ്ഞത്. മക്കൾക്കൊക്കെ നല്ല ഏറ്റവും മുന്തിയ ഭംഗിയുള്ള വസ്ത്രങ്ങൾ കൊടുക്കണം, വസ്ത്രങ്ങളെ കൊണ്ട് ഭംഗിയാക്കണം. ബി അഹ്സനി സീനതിഹിം, നല്ല ഏറ്റവും മെച്ചപ്പെട്ട ഭംഗിയുള്ള വസ്ത്രം. വതുദ്ഖിലുൽ സുറൂറ, സന്തോഷം അവരിൽ പ്രവേശിപ്പിക്കണം. മാത്രമല്ല വതുസയ്യിനുൽ മകാതിബ, പാഠശാലകളെ ഭംഗിയാക്കണം. ബിമാ തജൂസു ബിഹി സീനത്തു ശർഅൻ, ശർഅൻ നിലക്ക് ഭംഗിയാക്കാൻ പറ്റുന്ന എന്തെല്ലാം സംഗതികളുണ്ടോ, ഹറാമായ സംഗതികളെ കൊണ്ടല്ല, അനുവദനീയമായ സംഗതികൾ ഏതെല്ലാം ഉണ്ടോ, വെളിച്ചം, മാലബൾബോ ട്യൂബ് ലൈറ്റോ, ഏതെല്ലാം രൂപത്തിൽ അങ്ങനെ പാഠശാലകളെ ഭംഗിയാക്കാൻ പറ്റുമോ അതൊക്കെ നീ ചെയ്യണം. വയുഹ്യാ ദിക്റുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്മരണകളെ ജീവസുറ്റതാക്കണം. ബിമാ യഹ്സുനു മിനൽ അഖ്വാലി വൽ മദാഇഹി സമഅൻ, വാക്കുകൾ, പ്രഭാഷണങ്ങൾ, അതുപോലെ ഗാനങ്ങൾ, അതൊക്കെ പറഞ്ഞ് ഹബീബിന്റെ മഹത്വങ്ങൾ ജീവസുറ്റതാക്കുന്ന പ്രവർത്തനം ആ ദിവസത്തിൽ, ജന്മദിവസത്തിൽ ചെയ്യണമെന്ന് ഇമാമുകൾ രേഖപ്പെടുത്തി വെക്കുന്നു. അപ്പൊ ഇതൊക്കെ പൂർവീകർ പഠിപ്പിച്ചതാ. ഇത് സമസ്ത വന്നതിന് ശേഷം ഇപ്പൊ കുറച്ച് ആൾക്കാർ പോകത്ത് നിർത്തുകയെന്നൊന്നും കരുതണ്ട. നൂറ്റാണ്ട് മുമ്പ് എഴുതപ്പെട്ട കിതാബുകളാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് മൗലിദാഘോഷവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതിനൊക്കെ പ്രമാണങ്ങളുടെ പിൻബലമുണ്ട്, അതിനൊക്കെ അടിസ്ഥാനമുണ്ട്. പൂർവസൂരികളായ മഹാസച്ചരിതരായ മഹാത്മാക്കൾ അവരൊക്കെ കാണിച്ചു തന്ന ഒരു സുഹൃതമാണ് മൗലിദാഘോഷം എന്നത്. പക്ഷെ രൂപങ്ങളും ഭാവങ്ങളും ഇന്ന് നടക്കുന്നത് റസൂലുള്ളാഹിന്റെ കാലത്തില്ല. അത് ഇതിന് മാത്രമല്ല, ഒരുപാട് സംഗതികളിൽ ഇല്ല. അതുപോലെ അന്ന് ഇല്ലാത്ത രൂപമായി എന്നതുകൊണ്ട് മാത്രം അത് തള്ളപ്പെടേണ്ടതല്ല. ഇതാണ് അതേക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഈ മങ്കൂസ് മൗലൂദ് ഓതിക്കഴിഞ്ഞാൽ അത് ബിദ്അത്താണെന്നാണ് ഇപ്പോഴത്തെ മുജാഹിദുകൾ പ്രസംഗിച്ചു നടക്കുന്നത്. അവർ ശിർക്കാണെന്ന് മുമ്പ് പറഞ്ഞിരുന്നോ? വിദേഹത്താണെന്ന് അത് മുജാഹിദ് തന്നെ ഞാൻ പറഞ്ഞില്ലേ, മാലഹൂമിൻ ഖറാറെന്നാണ്. അതിനൊരു അടിസ്ഥാനമൊന്നുണ്ട്. അവരിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, ചഞ്ചലമായിക്കൊണ്ടിരിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അർത്ഥം എന്ന പുസ്തകത്തിൽ ഉമർ മൗലവി അവരുടെ മുജാഹിദുകളുടെ ഔദ്യോഗിക സംഘടനാ നേതാക്കന്മാർ ISM-ന്റെയും അതുപോലെ KNM-ന്റെയും ജമിയത്തുൽ ഉലമയുടെ ഒക്കെ ആളുകൾ എഴുതി ഒപ്പിട്ട പുസ്തകം വെറുതെ അല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അർത്ഥം. K. ഉമർ മൗലവി
ഇത് മുഴുവനും ഞങ്ങൾ വായിച്ചു കേട്ടു പൂർണ്ണമായി ഞങ്ങൾ അനുകൂലിക്കുന്നു. ഇത് വായിച്ച് ഗ്രഹിക്കുവാൻ എല്ലാവരോടും അപേക്ഷിക്കുന്നു. പി കെ മൂസ മൗലവി പുളിക്കൽ, പി സെയ്ദ് മൗലവി പ്രസിഡന്റ് കേരള ജമിയത്തുൽ ഉലമ, കെ എൻ ഇബ്രാഹിം മൗലവി സെക്രട്ടറി KJU, ഡോക്ടർ എം ഉസ്മാൻ പ്രസിഡന്റ് KNM, കെ പി മുഹമ്മദ് മൗലവി സെക്രട്ടറി KNM ഇവരൊക്കെ എഴുതി ഒപ്പിട്ട ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അർത്ഥം എന്ന പുസ്തകത്തിന്റെ 11ാമത്തെ പേജ് പറയുന്നു. അതിനാൽ അങ്ങനെ ഈ തരം തെറ്റുകളില്ലാത്ത മൗലിദാണെങ്കിൽ തിരക്കേടില്ല എന്ന് ഒരുപക്ഷെ ആളുകൾ ധരിച്ചേക്കും. അയാൾ പറഞ്ഞത് ഇവർ ശിർക്കാണെന്ന് ആരോപിക്കുന്ന സംഗതികൾ ഉള്ള മൗലിദും ഇല്ലാത്ത മൗലിദും ഉണ്ടല്ലോ, ആ ഇല്ലാത്ത മൗലിദ് ഇനി ആരെങ്കിലും ഓതുവോ? അങ്ങനെയും ധരിക്കണ്ട. അങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഉള്ളടക്കത്തിൽ യാതൊരു തെറ്റുമില്ലാത്ത മൗലൂദായാലും മേൽപ്പറഞ്ഞ ശിർക്കിൽ നിന്ന് രക്ഷയില്ല. അള്ളാഹു അല്ലാത്തവരോടുള്ള പൊരുത്തവും അടുപ്പവും ആഗ്രഹിക്കൂ എന്ന ശിർക്കിന്റെ അടിസ്ഥാനം എല്ലാ മൗലിദിലുമുണ്ട്. അതിനാൽ മൗലൂദായ മൗലൂദൊക്കെയും ശിർക്കാകുന്നു. ഇപ്പൊ മുജാഹിദ് പറഞ്ഞു മങ്കൂസ് മൗലൂദ് സഹോദരന് വിദ്യാർത്ഥാണെന്ന് പറഞ്ഞു. മങ്കൂസ് മൗലൂദിൽ ഒരു ശിർക്ക് എന്ന് പറഞ്ഞ ഇസ്തിഹാസയിലുണ്ട്, വേറെ കാര്യം. അപ്പൊ അത് ഇല്ലാത്ത മൗലൂദ് ബർസഞ്ചി മൗലൂദ് പോലാത്ത മൗലൂദാണെങ്കിൽ പോലും നബിയുടെ ചരിത്രം പറഞ്ഞ മൗലൂദാണെങ്കിൽ പോലും എന്നാൽ തന്നെ ശിർക്കാണെന്നാണ്. മൗലൂദായ മൗലൂദൊക്കെയും ശിർക്കാണ്. പിന്നെ ഇപ്പം അങ്ങനെ പറഞ്ഞില്ലല്ലോ. മുജാഹിദ് അങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഒന്നൊന്ന് പറയും, നാളെ വേറൊന്നു, മറ്റന്നാളെ രണ്ടും അല്ലാത്ത വേറൊന്ന് പറയും. ഇതിന്റെ പേരാണ് മുജാഹിദ് പറഞ്ഞത്. അപ്പോ നമ്മള് പരിപാടി സമാപിക്കുകയാണ്. കുട്ടികൾക്ക് നല്ല ചെലവുണ്ട്, അതുകൊണ്ട് നല്ല സംഭാവനകൾ നൽകണം. ബഹുമാനപ്പെട്ട നമ്മുടെ മാനേജർ ഉസ്താദ് അവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും കനത്ത സംഭാവനകൾ നൽകണമെന്ന് അറിയിക്കുന്നു. ഒരു ചോദ്യം കൂടി ഉണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് വിഷയ വിവരണം, പിന്നെ വിഷയം വ്യാഖ്യാനിച്ച് സംസാരിച്ചപ്പോണ്ടായ ചില സംശയങ്ങളും ഒരു ഹദീസിന്റെ കുറെ ചോദിക്കാൻ ആൾക്കാരൊക്കെ പോകാൻ പറഞ്ഞോളൂ. പ്രബലത അറിയാൻ വേണ്ടിയിട്ട്, അതായത് അദ്ദിബു ഔലാദക്കും 3 കാര്യങ്ങൾ കുട്ടികൾ പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, അങ്ങനെ ഒരു ഹദീസ് അത് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ഒരു ബുഖാരി ഉദ്ധരിച്ച ഹദീസാണോന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മളോട് പറഞ്ഞിട്ടില്ല അങ്ങനെ ഹദീസ്. ആ വിഷയം നമ്മളെ തർക്കവുമായി ബന്ധപ്പെട്ട വിഷയമല്ല. നമ്മള് സുന്നികളും മുജാഹിദും തമ്മിൽ തർക്കത്തിരിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. അതെ, അദ്ദിബു ഔലാദക്കും സലാസു ഹിസ്വാൽ എന്ന് പറഞ്ഞ് പിന്നെ ഹുബ്ബി നബിയ്ക്കും അതിന് തർക്കമല്ലല്ലോ. തങ്ങളോട് മഹബത്ത് വേണ വിഷയത്തിൽ ആർക്കും തർക്കമല്ല. അതിപ്പോ മൗലിദാഘോഷം പറ്റൂല തർക്കം. അങ്ങനെ ഹദീസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ തമ്മിൽ മുജാഹിദ് സുന്നി തമ്മിൽ തർക്കമുള്ള വിഷയമല്ല. ആ ഹദീസിന്റെ പിൻബലം അറിഞ്ഞ് ഈ ഒരു വിഷയം പിന്നെ മുജാഹിദ് സുഹൃത്തിന്റെയോട് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചോദിക്കുന്നത്. അതിന് തർക്കിച്ച് ചോദിക്കല്ല. അത് ഞാൻ വിഷയത്തിന്റെ അടിയിൽ വന്നൊരു സംശയം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു സോഷ്യൽ ട്രെയിനിങ് എന്നുള്ള രൂപത്തിൽ നമ്മുടെ ഈ കുട്ടികൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഈ ഹദീസ് തെളിവായി പറഞ്ഞൂടെന്ന്. കാരണം അദബയുടെ അതായത് അതിൽ പറയുന്നത് എന്താ വെച്ചാല് അള്ളാഹുവിന്റെ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്ത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്നല്ലേ. ആ വിഷയത്തിൽ തർക്കമല്ല. അത് ഹദീസുകളിലൊക്കെ വന്നതാണ്. പിന്നെ വളരെ ബുഖാരിയും പിന്നെ ഉദ്ധരിക്കുന്ന സ്വഹീഹായ എല്ലാവരും അംഗീകരിക്കുന്ന ഹദീസിൽ തന്നെ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബത്ത് എന്നുള്ളത് അത് ഈമാന്റെ മധുരം ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ മഹബത്ത് അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടാണ് എന്ന് സ്വഹീഹായ ഹദീസിൽ തന്നെ ഉണ്ട്. അതിന്റെ സ്വഹത്ത് സംശയിക്കണ നിങ്ങൾ പറഞ്ഞ ഹദീസിനെ കുറിച്ച് ഞാൻ നോക്കിയിട്ടില്ല. അത് വിവാദ വിഷയത്തിന്റെ ഭാഗമായതല്ല. അതുകൊണ്ട് പിന്നെ സ്നേഹം പ്രകടിപ്പിക്കാവുന്ന സ്നേഹം പഠിപ്പിച്ചു കൊടുക്കാന്നുള്ളതും ഹദീസിലുണ്ട്. അതിൽ യാതൊരു തർക്കവും അത് സ്വഹീഹായ ഹദീസിൽ തന്നെയാണ് ഉള്ളത്. നിങ്ങൾ പറഞ്ഞ ഹദീസിനെ പറ്റി വേണമെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾ സ്വകാര്യമായി നമ്മളെ സമീപിച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തരാവുന്നതാണ്. കാരണം അത് നമ്മുടെ വിഷയവുമായി നേരിട്ട് ബന്ധപ്പെടുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്നത് പിന്നെ ഹദീസുകളിലൊക്കെ വന്നത് തന്നെയാണ്. അത് സ്വഹീഹായി തന്നെ നമുക്ക് തെളിയിക്കാൻ സാധിക്കുന്നതാണ്. ഇനി പറഞ്ഞ പ്രത്യേകമായ ഹദീസിന്റെ കാര്യമാണെങ്കിൽ അത് സനദ് പരിശോധിച്ച് ഇതാക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ.
ഹദീസ് ബുഖാരി ആണ് അത് നോക്കിയിട്ട് പറയാൻ പറ്റുള്ളൂ. നമ്മളെ വിഷയവുമായി അങ്ങനെ നേരിട്ട് ബന്ധപ്പെടുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്ത് വേണം എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത്? അതിന് ഒരുപാട് ഹദീസുകളുണ്ട്. നിങ്ങൾ പറഞ്ഞ ഹദീസ് നമ്മളിപ്പോ എല്ലാ ഹദീസും കൂടി പഠിച്ചുകൊണ്ടല്ലോ വരുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് ഒന്ന് ഒരു 2-3 മിനിറ്റ് എടുത്ത് നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഇപ്പോ അത് പറയേണ്ട സമയം നിങ്ങൾ സ്വകാര്യ കണ്ട നമുക്ക് പറഞ്ഞായിരുന്നു. പിന്നെ മറ്റൊരു വിഷയാവതരണത്തിന്റെ ഇടയിൽ ഇങ്ങനെ തറവാട്ടിലേക്ക് ഈ മനസ്സംഘർഷമുള്ളവർ തറവാട്ടിലേക്ക് തന്നെ വരിക, അതേപോലെ പള്ളിയുടെ കാര്യം പറഞ്ഞപ്പോ സംഘടനകൾ വർദ്ധിച്ച് പള്ളി തട്ടുകളാക്കി എന്നുള്ളത് പറഞ്ഞു. ഇത്തരം വിഷയങ്ങളൊക്കെ പിന്നെ ഏതാണ് ഈ തറവാട്, അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ? തറവാടിന്റെ ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തുമാ അന അലൈഹി വഅസ്ഹാബിന, ഞാനും എന്റെ സ്വഹാബത്തും എന്താണ് പഠിപ്പിച്ച വഴി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു വഴിയുണ്ട്. നിങ്ങൾ ചോദ്യം വളരെ പ്രസക്തമാണ്. പക്ഷെ നിങ്ങൾ ഇത്ര നേരം വൈകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇത്. ഞാനത് പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞതല്ലേ, അത് നിങ്ങൾ നേരത്തെ ചോദിക്കുകയാണെങ്കിൽ എത്ര സന്തോഷം ഉണ്ടായിരുന്നു നമുക്ക്. ഞാൻ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന തീരുമാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബികളും ഏതൊരു വഴിയിലാണോ നിലനിന്നത് ആ വഴിയിൽ നിലനിൽക്കുന്ന പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് തവസ്സുൽ എന്നുള്ളത്, അവിടുന്ന് പഠിപ്പിച്ചു തന്നതാണ് ഇസ്തിഹാസ എന്നുള്ളത്, അവര് പഠിപ്പിച്ചതാണ് തബറുക്ക് എന്നത്, അവര് പഠിപ്പിച്ചതാണ് മദ്ഹ് എന്നുള്ളത്, അവര് പഠിപ്പിച്ചതാണ് അറബി ഭാഷയുള്ള ഖുത്ബ എന്നുള്ളത്, അവര് പഠിപ്പിച്ചതാണ് 2 ജുമഅക്ക് 2 ബാങ്ക് എന്നുള്ളത്, അവര് പഠിപ്പിച്ചതാണ് 20 തറാവീഹ് എന്നുള്ളത്. അതിങ്ങനെ വരുന്നതിനിടയിൽ പിന്നീട് വഹാബിസം ഉണ്ടാകുന്നത് ഇബ്നു തൈമിയ്യയിൽ മുതലാണ് തുടങ്ങുന്നത്. പിന്നീട് അത് പ്രാസ്ഥാനിക രൂപം നൽകി ഇബ്നു അബ്ദുൽ വഹാബാണ്. കേരളത്തിൽ തുടങ്ങിയത് കെ എം മൗലവിയാണ്. അതേപോലെ തന്നെ മൗദൂദിസം ഉണ്ടാക്കുന്ന 1930കളിലാണ്. ഇല്യാസിയാണ് പിന്നീട് തബ്ലീഗ് ജമാഅത്ത് ഉണ്ടാക്കുന്നത്. ഇങ്ങനെയുള്ളവരൊക്കെ പിൽക്കാലത്ത് വന്നവരും പിൽക്കാലത്താണ് അത് ഓരോന്നും പൊട്ടിമുളച്ചുണ്ടായതാണ്. തറവാട് എന്ന് പറഞ്ഞത് മുഖ്യധാര ഇസ്ലാമിന്റേതാണ്. ഇന്ന ഹാദാ സിറാത്തി മുസ്തഖീമ എന്ന് പറഞ്ഞത് തന്നെയാണ് അത് എന്താണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ്. ബാക്കിയുള്ളവരൊക്കെ പിന്നീട് ഉണ്ടായ എന്താണ് അവാന്തര വിഭാഗങ്ങളാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയതാണ്. ഇതാണ് രുജുവായ പാത. അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒന്നുണ്ട്. നിങ്ങൾക്ക് ഓരോ ശൈത്താന്മാരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ വഴികളുണ്ട്. ആ വഴികൾ നിങ്ങൾ പിന്തുടരരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ സംഭാവനകള് ഉസ്താദിന്റെ കയ്യിൽ ഏൽപ്പിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾ പിന്നെ സ്വീകരിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, 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 സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اجعل جمعنا هذا جمع